അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, സീറത്തുൻ നബവിയ്യ, ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 52ാമത്തെ ഒരു ഭാഗത്ത് അപ്പോൾ നമ്മൾ ആ മദീനൻ ചരിത്രം തുടരുകയാണ്. അതിൽ കഴിഞ്ഞ ഭാഗത്ത് ഹിജ്റ 1-ാം വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹം, അതായിരുന്നു കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ വിശദീകരിച്ചത്. പിന്നീട് സീറ ഗ്രന്ഥം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ അടുത്ത പ്രധാനപ്പെട്ട സംഭവമായിട്ട് കടന്നു വരുന്നത് ഹിജ്റ വർഷം 2 ശഅബാൻ മാസത്തിൽ, ചില ഗ്രന്ഥങ്ങളിൽ റജബ് മാസത്തിൽ തഹ്വീലുൽ ഖിബ്ല, ആ ഖിബ്ല മാറ്റം സംഭവിക്കുകയാണ്. മുസ്ലിങ്ങളുടെ ഖിബ്ല മാറുകയാണ്. ഇത് ചെറിയൊരു വിഷയമല്ല. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ 2ാമത്തെ ജുസ്ഇൻ്റെ ആരംഭം മുതൽ ഏകദേശം 2 പേജുകളോളം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വിശദമായിട്ടൊരു വിഷയം പരാമർശിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ആയത്തിലേക്കെല്ലാം പിന്നീട് നമ്മൾ കടന്നു വരും. അപ്പോൾ മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ അവർ അഭിമുഖീകരിക്കുന്ന ആ ദിശ, അതാണ് ഖിബ്ല എന്ന് പറയുന്നത്. ഇപ്പോൾ നമസ്കാരം നമുക്കറിയാം, വഹയിൻ്റെ ആരംഭ കാലഘട്ടം മുതലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം ആരംഭിച്ചിരുന്നു. ആരംഭകാലത്ത് തന്നെ റസൂലുള്ളാഹിക്ക് നൽകപ്പെട്ട ചില സൂറത്തുകൾ, സൂറത്ത് മുസമ്മിലല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീല, അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രി നമസ്കരിക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതുമാത്രമല്ല, മക്കി കാലഘട്ടത്തിൻ്റെ ആരംഭത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ വഹീൻ്റെ ആരംഭ കാലഘട്ടത്തിൽ തന്നെ റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്ന ആ നമസ്കാരത്തിൻ്റെ രൂപം പഠിപ്പിച്ചതും, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രിയപത്നി ഖദീജ റളിയല്ലാഹു അൻഹയും അവർ വീട്ടിൽ വെച്ച് നമസ്കരിച്ചതും, അത് കുട്ടിയായിരുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അത് കണ്ട് അതിനെ സംബന്ധിച്ച് ചോദിച്ചതും, പിന്നീട് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്ന് ഈ 3 ആളുകൾ കഅബാലയത്തിന് സമീപത്ത് വെച്ചുകൊണ്ട് പരസ്യമായിട്ട് നമസ്കരിച്ച ആ ചരിത്രമെല്ലാം മക്കി കാലഘട്ടത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ആ ഒരു കാലഘട്ടം മുതൽ തന്നെ റസൂലുള്ളാഹി നമസ്കരിക്കുന്നുണ്ട്. പിന്നീട് ഇസ്രാ മിഅ്റാജ് സംഭവിച്ചു, അതോടുകൂടെ നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടു. അവിടെ നിന്ന് അങ്ങോട്ട് ആ മക്കി കാലഘട്ടത്തിലുടനീളം, പിന്നീട് മദീനൻ കാലഘട്ടത്തിൻ്റെ ഈ ഒരു പോയിന്റ് വരെ മുസ്ലിങ്ങൾ നമസ്കരിക്കുന്നുണ്ട്. അത്രയും കാലം അവർ നമസ്കരിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിലുടനീളം അവരുടെ ഖിബ്ലയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കപ്പെട്ടിരുന്നത് ജെറൂസലേമിലുള്ള മസ്ജിദുൽ അഖ്സയായിരുന്നു. അതിനഭിമുഖമായിട്ടായിരുന്നു അത്രയും കാലം അവർ തിരിഞ്ഞ് നമസ്കരിച്ചിരുന്നത്. അപ്പോൾ മസ്ജിദുൽ അഖ്സയും നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ടൊരു പള്ളിയാണ്. അതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന നേരത്തെ ഫലസ്തീൻ്റെ ചരിത്രത്തിലെല്ലാം വിശദമായിട്ട് നമ്മളത് സൂചിപ്പിച്ചിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലുള്ള ആ ഒരു പ്രദേശത്തെ സംബന്ധിച്ച് ബാറക്കന ഹൗലഹു, ബർക്കത്താക്കപ്പെട്ട ആ ഒരു പ്രദേശത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അതിൻ്റെ ഒരു പ്രാധാന്യം കാരണം റസൂലുള്ളാഹി ആ ഇസ്രാ മിഅ്റാജ് യാത്രകളിൽ ഇസ്രാ സംഭവിച്ചത് മക്കയിൽ നിന്ന് റസൂലുള്ളാഹി ആദ്യമായിട്ട് പോയത് ആ മസ്ജിദുൽ അഖ്സയിലേക്കായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ആദ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഭവനം അത് മക്കയിലുള്ള കഅബയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാനിലെ 96ാമത്തെ വചനത്തിൽ ഇന്ന അവ്വല ബൈത്തിൻ ഉദിഅ ലിന്നാസി ലല്ലദീ ബിബക്ക, ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ടത് കഅബയാണ്. അതിനുശേഷം രണ്ടാമതായിട്ട് നിർമ്മിക്കപ്പെട്ട ഭവനം, സ്വഹീഹ് ബുഖാരിയിലുള്ള ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു കംകാന ബൈനഹുമ, അവ രണ്ടിനും ഇടയിലുള്ള സമയം റസൂലുള്ളാഹി പറഞ്ഞു 40 സന, 40 വർഷം. അതായത് കഅബ നിർമ്മിച്ചതിന് ശേഷം 40 വർഷത്തിന് ശേഷം ആ ജെറൂസലേമിലുള്ള മസ്ജിദുൽ അഖ്സ നിർമ്മിക്കപ്പെട്ടു എന്നുള്ള. അപ്പം അതും പ്രധാനപ്പെട്ട ഭവനം, അതായിരുന്നു ആദ്യത്തെ ഖിബ്ല. പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം കഅബാലയത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞു തരേണ്ടതില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിക്കപ്പെട്ടത് മാത്രമല്ല, മുൻകാല പ്രവാചകന്മാർക്കെല്ലാം ആ ഒരു പ്രദേശമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു. 70ഓളം പ്രവാചകന്മാർ ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക് വന്നതായിട്ടെല്ലാം റസൂലുള്ളാഹി സ്വഹീഹായിട്ടുള്ള ഉദ്ധരണികളിൽ പറയപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായിട്ടുള്ള ബന്ധം മില്ലത്ത് അബീക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തിലാണത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു പ്രദേശത്താണുള്ളത്. അത് മാത്രമല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയുടെ പൂർത്തീകരണമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ആഗമനം. അതെല്ലാം കണക്കിലെടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ കാലഘട്ടം മുതലേ റസൂലുള്ളാഹി ഖിബ്ലയായിട്ട് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചത് ആ കഅബാലയായിരുന്നു. ആ മക്കി കാലഘട്ടത്തിലുടനീളം അതിന് വലിയൊരു പ്രയാസം റസൂലുള്ളാഹിക്ക് തോന്നിയില്ല. കാരണം മക്കി കാലഘട്ടത്തിലുടനീളം റസൂലുള്ളാഹി നമസ്കരിക്കാൻ നിൽക്കുന്ന സന്ദർഭത്തിൽ നമുക്കറിയാം മക്കയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഏതൊരു ഭാഗത്തു നിന്നും നമസ്കരിക്കാൻ സാധിക്കും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നമസ്കരിക്കാൻ നിൽക്കുന്ന സന്ദർഭത്തിലെല്ലാം അഖ്സക്ക് നേരെ തിരിയുന്ന സന്ദർഭത്തിൽ ആ കഅബയും അഖ്സയും ഒരേ ദിശയിൽ വരുന്ന രൂപത്തിൽ, ആ രൂപത്തിൽ ലൈനപ്പ് ചെയ്തിട്ടാണ് റസൂലുള്ളാഹി അവിടെ
നമസ്കരിക്കാൻ കൈകെട്ടാറുള്ളത്. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് കാണുന്നുണ്ട്. അതായത് രണ്ടും ഒരേ ദിശയിൽ സമാന്തരമായിട്ട് വരുന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കീ കാലഘട്ടത്തിലുടനീളം നമസ്കരിച്ചു. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചതുപോലെ തന്നെ ഖിബ്ല, ആ മക്കയിലുള്ള കഅബ ഖിബ്ലയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് റസൂലുള്ളാഹിക്ക് അങ്ങേയറ്റം പ്രതീക്ഷയുണ്ടായിരുന്നു. അതിന് ഏറ്റവും നല്ല തെളിവാണ് ഹിജറക്ക് മുമ്പ് തന്നെ, ആ ഹിജറ മക്കീ കാലഘട്ടത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ ആ രണ്ടാം അഖബ ഉടമ്പടിക്ക് വേണ്ടി മദീനയിൽ നിന്ന് ഒരു സംഘം വരുന്നുണ്ട്. 70ഓളം വരുന്ന ആ സംഘം വരുന്ന സന്ദർഭത്തിലുണ്ടായിരുന്ന ഒരു ചരിത്രം നേരത്തെ സീറയുടെ 37ാമത്തെ എപ്പിസോഡിൽ യത്രിബിൻ്റെ പ്രതികരണം എന്നുള്ള ആ ഭാഗത്ത് വിശദമായിട്ട് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. 70ഓളം ആളുകൾ വരുന്നുണ്ട് ആ സംഘത്തിൽ. ആ യാത്രയിലുടനീളം അതിൽ പ്രായം ചെന്ന ഒരു സ്വഹാബി ബറാ ഇബ്നു മഅറൂർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആ യാത്രയിലുടനീളം മറ്റുള്ള ആളുകളെല്ലാം അക്സക്ക് നേരെ അഭിമുഖമായിട്ട് നിന്ന് നമസ്കരിച്ച സന്ദർഭത്തിൽ ബറാ ഇബ്നു മഅറൂർ റളിയല്ലാഹു അൻഹു മാത്രം അദ്ദേഹം യാത്രയിലുടനീളം ആ മക്കക്ക് അഭിമുഖമായിട്ട് നിന്ന് നമസ്കരിച്ചു. മറ്റുള്ള ആളുകളെല്ലാം അദ്ദേഹത്തെ വിമർശിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ചില ന്യായങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം തിരിയാൻ ആഗ്രഹിച്ചത് മക്കക്ക് നേരെയാണ്. അങ്ങനെ അവർ മക്കയിലെത്തിയ സന്ദർഭത്തിൽ, മദീനയിൽ നിന്നും മക്കയിലെത്തിയ സന്ദർഭത്തിൽ യാത്രയിലുടനീളം ആളുകൾ വിമർശിച്ച് അദ്ദേഹത്തിന് വല്ലാത്ത മനപ്രയാസം ഉണ്ടായി. അദ്ദേഹം തൻ്റെ പ്രയാസം കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തന്നെയാണ് ഈ ഒരു ഉദ്ധരണി നൽകുന്നത്. അങ്ങനെ അദ്ദേഹവും കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് പോവാണ്. ഈ ചരിത്രം ആ ഒരു ഭാഗത്ത് വിശദമായിട്ട് പറഞ്ഞിരുന്നു. റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് പോയിട്ട് റസൂലുള്ളാഹിനോട് ഈ ഒരു സംഭവം എല്ലാം പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ട ഉടനെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, ലൗ സബർത ല അസ്വബ്ത, നിങ്ങളൊരല്പം കൂടെ കാത്തു നിൽക്കുകയായിരുന്നെങ്കിൽ നിങ്ങൾ ശരിയായിട്ടുള്ള ദിശയിൽ തന്നെയായിരുന്നു നിങ്ങൾ തിരിഞ്ഞത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചത്. സുബ്ഹാനല്ലാഹ്. അത് മാത്രമല്ല, പിന്നീട് റസൂലുള്ളാഹി ഹിജറ ചെയ്ത് മദീനയിലേക്ക് എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ ഈ ബറാ ഇബ്നു മഅറൂർ റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. അദ്ദേഹം മരണക്കിടക്കയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വസിയത്ത്, എൻ്റെ ഖബർ നിങ്ങൾ കഅബക്ക് നേരെ നിങ്ങൾ കുഴിക്കണം, ആ രൂപത്തിലുള്ള ഒരു വസിയത്ത് അദ്ദേഹം നൽകി. അദ്ദേഹത്തിൻ്റെ ആ ഒരു നിർദ്ദേശപ്രകാരം തന്നെ അത് പാലിക്കപ്പെടുകയും ചെയ്തു. അതായത് അദ്ദേഹം കഅബക്ക് അഭിമുഖമായിട്ടാണ് അദ്ദേഹത്തെ ഖബറടക്കിയത്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ ചെയ്ത് വന്ന ഉടനെ തന്നെ ആ ബറാ ഇബ്നു മഅറൂർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ സന്ദർശിച്ച് അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിച്ച് അവിടെ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ച ആ ഒരു ചരിത്രമെല്ലാം നേരത്തെ പറഞ്ഞിരുന്നു. ഇത് പറയാനുള്ള കാരണം, ആ ഒരു സന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കഅബാലയത്തെ ഖിബ്ലയായിട്ട് നിശ്ചയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും മദീനയിലേക്ക് ഹിജറ ചെയ്ത് എത്തുകയാണ്. അപ്പോൾ മദീനയിൽ എത്തിയ ഉടനെ തന്നെ റസൂലുള്ളാഹിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. കാരണം ആദ്യമായിട്ട് തങ്ങൾ വിശ്വസിക്കുന്ന അടിസ്ഥാന സങ്കല്പങ്ങളെ സംബന്ധിച്ചെല്ലാം മുൻപരിചയമുള്ള ഒരു പുതിയ ജനത അല്ലെങ്കിൽ ഒരു പുതിയ ഓഡിയൻസിനെയാണ് മക്കയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് റസൂലുള്ളാഹിക്ക് മദീനയിൽ ലഭിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അവർ ഉടനെ തന്നെ അതിലേക്ക് വിശ്വസിക്കുന്ന റസൂലുള്ളാഹി അങ്ങേയറ്റം പ്രതീക്ഷിച്ചു. എങ്ങനെയാണ് പ്രതീക്ഷിക്കാതിരിക്കുക? കാരണം അവർ മക്ക മുശ്രിക്കുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തരായിരുന്നു. മക്ക മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രവാചകന്മാരെ സംബന്ധിച്ചും വേദഗ്രന്ഥങ്ങളെ സംബന്ധിച്ചും പരലോകം അത്തരത്തിലുള്ള സങ്കല്പങ്ങളെ സംബന്ധിച്ചൊന്നും യാതൊരു മുൻധാരണയില്ലാത്ത ജനതയാണ്. പക്ഷേ ജൂതന്മാർ അഹ്ലു കിതാബ് എന്നുള്ളത് ആ രൂപത്തിലല്ല. അവർ നമ്മൾ വിശ്വസിക്കുന്ന അടിസ്ഥാന വിശ്വാസങ്ങൾ, നമ്മുടെ അർക്കാനു സിത്ത, അതെല്ലാം അവർക്ക് ഓൾറെഡി മുൻപരിചയമുണ്ട്. ദൈവത്തെ സംബന്ധിച്ചും വേദഗ്രന്ഥത്തെ സംബന്ധിച്ചും പരലോകത്തെ സംബന്ധിച്ചും അതേപോലെ തന്നെ പ്രവാചകന്മാരെ സംബന്ധിച്ചും മലക്കളെ സംബന്ധിച്ചെല്ലാം അവർക്ക് ഓൾറെഡി അറിയാം. അപ്പം അതിലൊരു ചെറിയ ഫൈൻ ട്യൂണിങ്ങിൻ്റെ ആവശ്യം മാത്രമേ അവരുടെ മീതെ വേണ്ടതുള്ളൂ. അത് ആ ഒരു വ്യത്യാസം നമുക്ക് ഈ ഒരു കാലഘട്ടത്തിലും ക്രൈസ്തവരായിട്ടുള്ള ഒരാളുകൾക്ക് ഇസ്ലാം പറഞ്ഞു കൊടുക്കുന്ന സന്ദർഭത്തിലും ഹൈന്ദവനായിട്ടുള്ള ആളുകൾക്ക് ദഅവത്ത് ചെയ്യുന്ന സന്ദർഭത്തിലും രണ്ടും ആ ഒരു വ്യത്യാസം കൃത്യമായിട്ട് ഫീൽ ചെയ്യും. ക്രൈസ്തവരായിട്ടുള്ള ആളുകൾക്ക് ഇസ്ലാം പറഞ്ഞു കൊടുക്കാൻ ഒന്നുകൂടെ എളുപ്പമാണ്. കാരണം നമ്മുടെ ആ വിശ്വാസങ്ങളെല്ലാം അവർക്ക് കൃത്യമായിട്ട് ഓൾറെഡി അറിയാം. അതിലൊരു കൃത്യമായിട്ടൊരു ഫൈൻ ട്യൂണിങ്ങിൻ്റെ ആവശ്യം മാത്രമേ അവരുടെ മീതെ വേണ്ടതുള്ളൂ. പക്ഷേ ഹൈന്ദവരായിട്ടുള്ള ആളുകളിലേക്ക് ദഅവത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ പ്രവാചകന്മാരെന്നുള്ള സങ്കല്പം, വേദഗ്രന്ഥങ്ങളെന്നുള്ള സങ്കല്പമെല്ലാം നമ്മൾ കൃത്യമായിട്ട് വിശദീകരിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ ചില ആളുകളെല്ലാം എന്തിനാണ് പ്രവാചകന്മാർ, മനുഷ്യരായിട്ടുള്ള ആളുകൾ എന്തിനാണ് ദൈവം നിയോഗിക്കുന്നത്? മക്കാ മുശ്രിക്കുകൾ അന്ന് ചോദിച്ചതിന് സമാനമായിട്ടുള്ള ചോദ്യങ്ങളെല്ലാം അവരൊരു പക്ഷേ ചോദിച്ചേക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ആ രൂപത്തിലുള്ള ഒരു ഓഡിയൻസിന് ആദ്യമായിട്ട്, മക്കയിൽ ആ രൂപത്തിൽ അഹ്ലു കിതാബ് ഉണ്ടായിരുന്നില്ല, മദീനയിൽ റസൂലുള്ളാഹിക്ക് ആദ്യമായിട്ട് ലഭിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷയോടുകൂടെ മദീനയിൽ എത്തിയ ഉടനെ തന്നെ കഴിയുന്നത്ര ജൂതന്മാരോട് സാമ്യത പുലർത്താൻ അല്ലെങ്കിൽ സാദൃശ്യം പുലർത്താൻ വേണ്ടി റസൂലുള്ളാഹി പ്രത്യേകം ശ്രദ്ധിച്ചു. സ്വഹീഹ് ബുഖാരി തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കഴിയുന്നത്ര
അവരോട് സാദൃശ്യം പുലർത്താൻ വേണ്ടി തുടക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചു. കാരണം അതുവഴി അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി, അതായത് നിങ്ങൾക്കറിയാവുന്ന, നിങ്ങൾ ഇത്രയും കാലം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രവാചകൻ തന്നെയാണ് നിങ്ങളിലേക്ക് ആഗതനായിട്ടുള്ളത്. അതുമാത്രമല്ല, ഇത്രയും കാലം ആ മുൻകാല പ്രവാചകന്മാരെല്ലാം നിയോഗിച്ചിട്ടുള്ള അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് എന്നെയും നിയോഗിച്ചിട്ടുള്ളത്. അതായത് അതേ പ്രവാചകന്മാരുടെ അതേ പാരമ്പര്യത്തിലാണ് ഞാനും കടന്നു വരുന്നതെന്ന്, അവരിൽ നിന്നും വ്യത്യസ്തനല്ല, അതേ പാതയിലാണ് ഞാനെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവരുമായിട്ട് കഴിയുന്നത്ര സാദൃശ്യം പുലർത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടക്കത്തിൽ ശ്രദ്ധിച്ചു എന്നുള്ള. പക്ഷേ പിന്നീട് ക്രമേണ അവരുടെ തനി നിറം പുറത്തേക്ക് വരാൻ തുടങ്ങി. അവരുടെ ആ ധിക്കാര സ്വഭാവം പുറത്തേക്ക് വന്ന സന്ദർഭത്തിൽ അവർക്ക് കൃത്യമായിട്ട് അത് ബോധ്യപ്പെട്ടിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ സത്യപ്രവാചകനാണെന്ന് കൃത്യമായിട്ട് അവർക്കറിയായിരുന്നു. പരിശുദ്ധ ഖുർആൻ അതേ ബഖറയിൽ, സൂറത്തുൽ ബഖറയിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, അവർ മക്കളെപ്പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചറിഞ്ഞിരുന്നു. മക്കളെപ്പോലെയല്ല, മക്കളേക്കാൾ അവർക്ക് തിരിച്ചറിയായിരുന്നു. അവരുടെ തന്നെ ഒരു കാലത്ത് അവരുടെ തന്നെ റാബായായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു, മദീനൻ കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. നേരത്തെ വിശദമായിട്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹം ഒരിക്കൽ, ഇമാം ഖുർത്തുബി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ തിരിച്ചറിയുന്നത് പോലെ റസൂലുള്ളാഹിനെ തിരിച്ചറിയുന്നെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഞങ്ങൾ മക്കളെ തിരിച്ചറിയുന്നതിനേക്കാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ തിരിച്ചറിയുന്നു അദ്ദേഹം പറയാണ്. അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അത്ഭുതത്തോട് കൂടി ചോദിച്ചു, അതെങ്ങനെയാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്രവാചകനാണെന്നതിൽ യാതൊരു സംശയം എനിക്കില്ല. പക്ഷേ എൻ്റെ മകൻ്റെ വിഷയത്തിൽ അത് മാതാവ് പറയുന്നതിനപ്പുറം എനിക്കൊന്നും അറിയില്ല എന്നുള്ള. മാതാവ് ഒരുപക്ഷെ ചതിച്ചേക്കാം, അതായത് മാതാവ് ഒരുപക്ഷെ ആ ഒരു വിഷയത്തിൽ കളവ് പറഞ്ഞേക്കാം, ആ ഒരു സാധ്യതയുണ്ട്. പക്ഷേ റസൂലുള്ളാഹിൻ്റെ വിഷയത്തിൽ യാതൊരു സംശയവുമില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്രവാചകനാണെന്ന് അദ്ദേഹം പറഞ്ഞതാണ്. സുബ്ഹാനല്ലാഹ്. അത് കേട്ട സന്ദർഭത്തിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ തലയിൽ ചുംബിച്ചെന്ന ഉദ്ധരണിയിൽ കാണാൻ സാധിക്കും. അതായത് അത്ര കൃത്യമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാർക്ക് റസൂലുള്ളാഹിൻ്റെ കാര്യത്തിൽ അവർക്ക് അറിയായിരുന്നു. പക്ഷേ അറിഞ്ഞിട്ടും അവർ സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം കുഫാറൻ ഹസദം മിൻ ഇൻദി അൻഫുസിഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അവരുടെ അസൂയ നിമിത്തം, അതേപോലെ തന്നെ അവരുടെ കിബർ കാരണം അവർ റസൂലുള്ളാഹിനെ നിഷേധിക്കുകയാണുണ്ടായത്. അപ്പോൾ മദീനയിൽ എത്തിയ ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ ചെയ്ത് എത്തിയ ഉടനെ, നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ്, റസൂലുള്ളാഹി മദീനയിൽ എത്തിയ ഉടനെ അഭിമുഖീകരിച്ചത് ജൂതന്മാരുടെ അതേ ഖിബല, അതായത് മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി തുടക്കത്തിൽ നമസ്കരിച്ചിരുന്നത്. അതിൽ റസൂലുള്ളാഹിക്ക് അങ്ങേയറ്റം മാനസിക പ്രയാസം ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി അത്രയേറെ ആഗ്രഹിച്ചത് റസൂലുള്ളാഹിൻ്റെ ഹൃദയം ആ മക്കയിലുള്ള കഅബയുമായിട്ടാണ് ബന്ധം. അതായത് റസൂലുള്ളാഹി അങ്ങേയറ്റം ആഗ്രഹിച്ചിരുന്നു, നേരത്തെ ഞാൻ പറഞ്ഞു. പക്ഷേ മക്കയിലായിരുന്ന സന്ദർഭത്തിൽ അതിൽ വലിയൊരു പ്രശ്നം തോന്നിയില്ല. കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, റസൂലുള്ളാഹി മക്കയിൽ വെച്ചുകൊണ്ട് നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ ആ അഖ്സയും അതേപോലെ തന്നെ കഅബയും രണ്ടും ഒരേ ഡയറക്ഷനിൽ വരുന്ന രൂപത്തിലായിരുന്നു റസൂലുള്ളാഹി മക്കയിലുണ്ടായിരുന്ന കാലഘട്ടത്തിലുടനീളം നമസ്കരിച്ചത്. പക്ഷേ മദീനയിൽ എത്തിയ സന്ദർഭത്തിൽ അത് അസാധ്യമായിട്ട് വരികയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, കാരണം ബൈത്തുൽ മുഖദ്ദസ് മദീനയുടെ വടക്ക് ഭാഗത്തും മക്കയിലുള്ള കഅബ തെക്ക് ഭാഗത്തുമാണ്. രണ്ടും വ്യത്യസ്ത ഡയറക്ഷനിലാണ്. ചിത്രത്തിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരാൾ മസ്ജിദുൽ അഖ്സക്ക് അഭിമുഖമായിട്ട് നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിറകുവശമാണ്, നേരെ ഓപ്പോസിറ്റ്, അതായത് പിറകുവശത്താണ് മക്ക വന്ന് ചേരുക. അപ്പോൾ കഅബയോട് പുറംതിരിഞ്ഞ് നിന്ന് വേണം മദീനയിൽ വെച്ചുകൊണ്ട് നമസ്കരിക്കാൻ. അതിൽ റസൂലുള്ളാഹിക്ക് വല്ലാത്ത മനപ്രയാസം ഉണ്ടായി. ആ മനപ്രയാസം ഉണ്ടായ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം എന്ന് വെച്ചാൽ റസൂലുള്ളാഹി ആ മനപ്രയാസം ഒരിക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുമായിട്ട് പങ്കുവെക്കുന്നതായിട്ടെല്ലാം ഉദ്ധരണികൾ കാണാൻ സാധിക്കും. ഒരിക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് റസൂലുള്ളാഹി പറഞ്ഞു ഈ രൂപത്തിൽ, അതായത് തൻ്റെ ആഗ്രഹം റസൂലുള്ളാഹി പറഞ്ഞ സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സയ്യിദുൽ മലായിക ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മറുപടിയായിട്ട് പറഞ്ഞത്, ഇന്നമാന അബ്ദും മിസ്ലുക്, ഓ പ്രവാചകരെ, ഞാൻ താങ്കളെപ്പോലെയുള്ള ഒരു അടിമ മാത്രമാണ്. ലൈസലൈ മിനൽ അംരിഷി, അതായത് എനിക്ക് ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്നുള്ള. ഈ വിഷയത്തിൽ ഞാൻ എങ്ങനെയാണ് സഹായിക്കുക? കാരണം ഞാനും താങ്കളെപ്പോലെ അല്ലാഹു സുബ്ഹാനഹു അടിമ മാത്രമാണെന്നുള്ള. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഫസ്അൽ റബ്ബക, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു ചോദിക്കുക എന്നുള്ള. സുബ്ഹാനല്ലാഹ്. നമ്മൾ പോസ് ചെയ്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം, അഷ്റഫുൽ ഖൽഖായിട്ടുള്ള ഭൂമിയിൽ ഏറ്റവും സവിശേഷനായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു സൃഷ്ടി, ആകാശലോകത്തെ സയ്യിദുൽ മലായിക്കയായിട്ടുള്ള ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുമായിട്ടുള്ള സംഭാഷണമാണ്. ആ നടത്തിയ സംഭാഷണമാണ് നമ്മളിവിടെ സൂചിപ്പിച്ചത്.
അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാം തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോടാണ് പ്രാർത്ഥിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് താങ്കൾ ആ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ആ ഒരു ആവശ്യം ഉന്നയിക്കുക എന്നുള്ള സുബ്ഹാനല്ലാഹ്. അത് മാത്രമല്ല, മറ്റൊരു പോയിന്റ് നമ്മൾ ചേർത്ത് ചിന്തിക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം അത് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹത്തിനനുസരിച്ച് റസൂലുള്ളാഹിക്ക് പ്രവർത്തിക്കാൻ സാധ്യമല്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനക്കനുസരിച്ചാണ് റസൂലുള്ളാഹി പ്രവർത്തിക്കുക. റസൂലുള്ളാഹിൻ്റെ സ്വയം ഇഷ്ടപ്രകാരം ആയിരുന്നല്ല റസൂലുള്ളാഹി പ്രവർത്തിച്ചത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതനുസരിച്ചായിരുന്നു റസൂലുള്ളാഹി പ്രവർത്തിച്ചത്. സുബ്ഹാനല്ലാഹ്. അത് പ്രത്യേകമായിട്ട് പറയാനുള്ള കാരണം, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്നത് മുഴുവൻ കളവായിരുന്നെങ്കിൽ നഊദു ബില്ലാഹ്, അതാണ് ശത്രുക്കൾ ആരോപിക്കുന്ന അല്ലെങ്കിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം. ആ രൂപത്തിലായിരുന്നെങ്കിൽ റസൂലുള്ളാഹിക്ക് ഇതായിരുന്നു ഇഷ്ടമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തോന്നിയ രൂപത്തിൽ അത് തിരിയായിരുന്നു. പക്ഷേ റസൂലുള്ളാഹിൻ്റെ ഇഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കാൻ സാധ്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന ലഭിച്ചാൽ മാത്രമേ റസൂലുള്ളാഹിക്ക് അത് പ്രവർത്തിക്കാൻ സാധിക്കുമായിരുന്നു. ഈ വിഷയത്തിൽ വളരെ കൃത്യമായിട്ട് അത് കാണിച്ചു തരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ രൂപത്തിൽ മദീനൻ കാലഘട്ടത്തിൻ്റെ ആരംഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ വേണ്ടി ബൈത്തുൽ മുഖദ്ദസിന് അഭിമുഖമായിട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ ആ കഅബാലയം പിറകുഭാഗത്താണ് വരുന്നത്. അതിൽ റസൂലുള്ളാഹിക്ക് അങ്ങേയറ്റം മനപ്രയാസം തോന്നി. ആ ഒരു പ്രയാസം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൃത്യമായിട്ട് കാണും, അതിനൊരു പരിഹാരം നൽകും എന്നുള്ള പ്രതീക്ഷയോടുകൂടെ, പ്രയാസത്തോടെയും പ്രതീക്ഷയോടും കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്കൊന്ന് നോക്കി എന്നുള്ളതാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹബീബായിട്ടുള്ള റസൂലുള്ളാഹിൻ്റെ ആഗ്രഹം സഫലീകരിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിജ്റയ്ക്ക് ശേഷം ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഉദ്ധരണി സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും ഒരുപോലെ കാണാൻ സാധിക്കും. ഹിജ്റയ്ക്ക് ശേഷം 16-17 മാസങ്ങൾക്ക് ശേഷം ഭൂരിപക്ഷം പണ്ഡിതന്മാരും ഒരു ശഅബാൻ മാസത്തിൽ ളുഹർ നമസ്കാരാനന്തരം ആ ഖിബ്ല മാറ്റിയതായിട്ടുള്ള റസൂലുള്ളാഹിൻ്റെ ആഗ്രഹം പരിഗണിച്ചുകൊണ്ട് ആ ഖിബ്ല മാറ്റിയതായിട്ടുള്ള കൽപ്പന അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് നൽകുകയാണ്, ആയത്തായിട്ട് നൽകുകയാണ്. സൂറത്തുൽ ബഖറ, നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, സൂറത്തുൽ ബഖറയിൽ 2-ാമത്തെ ജുസ് ആരംഭം മുതലുള്ള ആ 2 പേജ് അർത്ഥസഹിതം നിങ്ങളൊന്ന് വായിച്ചതിന് ശേഷം തുടർന്നുള്ള പ്രഭാഷണം കേൾക്കുന്നതായിരിക്കും നല്ലത്. മനോഹരമായിട്ടുള്ള ആ ഭാഗം, അതിൽ 144-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖദ് നറ, തീർച്ചയായിട്ടും നാം കാണുന്നുണ്ട്. ഓ പ്രവാചകരെ, ഹബീബായിട്ടുള്ള പ്രവാചകനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, തീർച്ചയായിട്ടും നാം കാണുന്നു. എന്താണ് കാണുന്നത്? തഖല്ലുബു വജ്ഹിക ഫിസ്സമാ, ഓ പ്രവാചകരെ, നിങ്ങളുടെ ആ മുഖം ആകാശത്തേക്ക് ഉയർന്നത് നാം കാണുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമത്തോടുകൂടെ അല്ലെങ്കിൽ ആ താല്പര്യത്തോടുകൂടെ ആകാശത്തേക്ക് മുഖമുയർത്തിയത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അത് ഞാൻ കണ്ടു, അത് ഞാൻ കാണുന്നുണ്ട്. റസൂലുള്ളാഹി നോക്കുന്ന റസൂലുള്ളാഹിൻ്റെ ഹൃദയത്തിലുള്ള ആ താല്പര്യം അല്ലെങ്കിൽ ആ വിഷമം, അതെല്ലാം ഹൃദയത്തിൻ്റെ മന്ത്രങ്ങൾ അറിയാവുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫലനുവല്ലിയന്നക, അതിനാൽ ഇനി മുതൽ നിങ്ങൾ തിരിയുക. എങ്ങോട്ടാണ് തിരിയാൻ പറഞ്ഞത്? ഖിബ്ലതൻ തർളാഹ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്കിഷ്ടപ്പെട്ട ആ ഖിബ്ലയിലേക്ക് നിങ്ങൾ തിരിയുക. ഓ പ്രവാചകരെ, നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങൾ തൃപ്തിപ്പെട്ട ആ ഖിബ്ലയിലേക്ക് തന്നെ നിങ്ങൾ തിരിയുക. സുബ്ഹാനല്ലാഹ്. ഇവിടെ മനോഹരമായിട്ട് ആയത്ത് നിങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾ പ്രാർത്ഥിച്ചതിനാൽ അല്ലെങ്കിൽ താങ്കൾ ആവശ്യപ്പെട്ടതിനാൽ അതൊന്നുമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മറിച്ച് തഖല്ലുബു വജ്ഹിക ഫിസ്സമാ, താങ്കളൊന്ന് ആകാശത്തേക്ക് നോക്കിയതിനാൽ നിങ്ങളുടെ താല്പര്യപ്രകാരം നിങ്ങളുടെ റിള കണക്കിലെടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിബ്ലതൻ തർളാഹ, നിങ്ങളുടെ തൃപ്തി കണക്കിലെടുത്തുകൊണ്ട് ആ ഖിബ്ല മാറ്റുന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാരണമായിട്ട് പറഞ്ഞത്. വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ, റസൂലുള്ളാഹിൻ്റെ ആ റിള, റസൂലുള്ളാഹിൻ്റെ താല്പര്യം പരിഗണിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിബ്ല മാറ്റാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കാരണമായിട്ട് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. എത്ര റസൂലുള്ളാഹിക്കുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ മഖാമ്, അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹബീബായിട്ടുള്ള പ്രവാചകന് നൽകിയ സ്ഥാനം, ആ ഒരു ബന്ധം, അതെല്ലാം കൃത്യമായിട്ട് ആയത്ത് കാണിച്ചു തരുന്നുണ്ട്. ചിന്തിച്ചു നോക്കുക. അതായത് എങ്ങോട്ടാണ് ആ ഖിബ്ല എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം മാറ്റാനുള്ള കാരണമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഖിബ്ലതൻ തർളാഹ, ഓ പ്രവാചകരെ, താങ്കളുടെ തൃപ്തി പരിഗണിച്ചിട്ടുണ്ട്, ആ താങ്കളുടെ തൃപ്തി കണക്കിലെടുത്തുകൊണ്ട്, അതാ കാരണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പറഞ്ഞത്. ശേഷം ഫവല്ലി വജ്ഹക ഷത്റൽ മസ്ജിദിൽ ഹറാം, അതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങോട്ടാണ് തിരിയേണ്ടതെന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ആ ഒരു 16-17 മാസങ്ങൾക്ക് ശേഷം ആ ഒരു കൽപ്പന അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. ളുഹർ നമസ്കാരാനന്തരം നൽകിയെന്ന് സ്വഹീഹ് ബുഖാരിയിലും അതേ സന്ദർഭത്തിൽ മറ്റുള്ള ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇബ്നു സഅദിൻ്റെ തബഖാത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബശർ ബിൻ ബറാ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ അവിടെ എന്തോ ഒരു ആവശ്യത്തിന് റസൂലുള്ളാഹി പോയി അവിടെ ളുഹർ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ
രണ്ടാമത്തെ റക്അത്തിൽ ഈ ഒരു കൽപ്പന വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ തന്നെ അവിടെ വെച്ചുകൊണ്ട് തിരിഞ്ഞു എന്നുള്ള ഒരു ഉദ്ധരണിയും കാണാൻ സാധിക്കും. സ്വഹീൽ ബുഖാരിയിലും മുസ്ലിമിലും മുത്തഫഖുൻ അലൈഹിയായിട്ട് വന്ന ഹദീസിൽ ബറാ ഇബ്നു മഅറൂർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ളുഹർ നമസ്കാരാനന്തരം ആ ഒരു കൽപ്പന വന്നു, അന്നഹു അവ്വല സ്വലാത്തിൻ സ്വല്ലാഹ സ്വലാത്തുൽ അസ്ർ. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് അസ്ർ നമസ്കാരം മുതൽ റസൂലുള്ളാഹി ഖിബ്ല ആ മക്കയിലുള്ള കഅബാലയത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് നമസ്കരിച്ചത് ഒരു അസ്ർ നമസ്കാരമായിരുന്നെന്ന് ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഹദീസിൽ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ബുഖാരിയിലുള്ള ഉദ്ധരണി പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ളുഹർ നമസ്കാരാനന്തരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിബ്ല മാറിയതായിട്ടുള്ള കൽപ്പന നൽകിയത്. ഒന്നുകിൽ ളുഹർ നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ ളുഹർ നമസ്കാരാനന്തരം റസൂലുള്ളാഹിക്ക് ആ കൽപ്പന ലഭിക്കുകയാണ്. ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾക്കത് കൈമാറി. അത് കിട്ടിയ ഉടനെ തന്നെ റസൂലുള്ളാഹിൻ്റെ അനുയായികളിൽപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹം ഉടനെ തന്നെ ആ ഒരു പുതിയതായിട്ട് ലഭിക്കപ്പെട്ട ആ കൽപ്പന അദ്ദേഹം തൻ്റെ പ്രദേശത്തുള്ള ആളുകളെ അറിയിക്കാൻ വേണ്ടി അദ്ദേഹം ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രദേശത്തേക്ക് പോവാണ്. ളുഹറിന് ശേഷം അസറിനോട് അടുത്ത സന്ദർഭത്തിലായിരിക്കണം അദ്ദേഹം പോയിട്ടുണ്ടാവുക. അദ്ദേഹം മദീന സിറ്റിക്ക്, അക്കാലഘട്ടത്ത് ആ മദീന സിറ്റിക്ക് പുറത്തുള്ള, ഇന്ന് മദീനയുടെ ആ സിറ്റിയിൽ തന്നെ കടന്നു വരുന്ന ബനൂ സലമക്കാർ താമസിക്കുന്ന ഒരു പ്രദേശത്താണ് അദ്ദേഹം വസിക്കുന്നത്. അപ്പം അവിടെ ചെറിയൊരു പള്ളിയുണ്ട്. അദ്ദേഹം ആ ബനൂ സലമക്കാരുടെ ആ പ്രദേശത്തേക്ക് എത്തി. അദ്ദേഹം എത്തിയ ആ സന്ദർഭമായപ്പോഴേക്കും അവർ അസർ നമസ്കാരം ആരംഭിച്ചിരുന്നു. അവർ അസർ നമസ്കാരം തുടങ്ങിയിട്ടുണ്ട്. മുസ്നദിലുള്ള ഹദീസിൽ കാണാൻ സാധിക്കും, അവർ അസർ നമസ്കാരത്തിൻ്റെ രണ്ടാമത്തെ റക്അത്തിൽ റുക്കൂയിലായിരുന്നു. ആ സന്ദർഭത്തിൽ അദ്ദേഹം ഉടനെ തന്നെ അവിടേക്ക് പോയി ആ പള്ളിയുടെ പിറകു വശത്തു നിന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു. സ്വഹീൽ ബുഖാരിയുള്ള ഹദീസിൽ കാണാൻ സാധിക്കും, അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, അഷ്ഹദു ബില്ലാഹ് ലഖദ് സ്വല്ലൈതു മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിബ്ല മക്ക. അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്, അതായത് ആ ഖിബ്ല മാറിയ വിവരം, അതായത് മക്കയിലേക്ക് ആ ഖിബ്ല മാറിയിട്ടുണ്ടെന്ന് ഉള്ള വിവരം അദ്ദേഹം ഉറക്കെ പള്ളിയുടെ പിറകു വശത്തു നിന്ന് വിളിച്ചു പറയുകയാണ്. അത് കേട്ട ഉടനെ തന്നെ സുബ്ഹാനല്ലാഹ്, ആ പള്ളിയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അവർ റുക്കുയിലായിരിക്കുന്ന ആ സന്ദർഭത്തിൽ തന്നെ അവർ മുഴുവൻ അവിടെ വെച്ചുകൊണ്ട് തന്നെ ആ ദിശ തിരിയാണ്. അതുവരെ അവർ മസ്ജിദുൽ അഖ്സക്ക് തിരിഞ്ഞായിരുന്നു നമസ്കരിച്ചത്. ആ വാർത്ത കേട്ട ഉടനെ തന്നെ നമസ്കാരത്തിൽ വെച്ച് തന്നെ അവർ ആ മക്കയിലേക്ക് അഭിമുഖമായിട്ട് തിരിയാണ്. അതായത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിയേണ്ടതുണ്ട്. ഇമാം അടക്കം നേരെ എതിർ ദിശയിലേക്ക് വരേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ്, മുഴുവൻ ആളുകൾ അവിടെ വെച്ചുകൊണ്ട് തിരിഞ്ഞു എന്നുള്ള ഒരേ നമസ്കാരത്തിൽ തന്നെ രണ്ട് ഖിബ്ലക്ക് അഭിമുഖമായിട്ട് നിന്നുകൊണ്ട് അവർ നമസ്കരിക്കണം. അതുകൊണ്ടാണ് ആ പള്ളി, ബനൂ സലമക്കാരുടെ ആ പള്ളി പിൻകാലഘട്ടത്ത് മസ്ജിദ് ഖിബ്ലത്തൈൻ, രണ്ട് ഖിബ്ലകളുടെ പള്ളി എന്നുള്ള പേരിൽ പിൻകാലഘട്ടത്ത് പ്രസിദ്ധമായി തീർന്നത്. അപ്പോൾ ഇന്നും നമുക്കറിയാം, നമ്മൾ ഹജ്ജിന് ഉംറക്കെല്ലാം വരുന്ന ആളുകൾ മദീന സിയാറത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ പ്രധാനമായിട്ട് സന്ദർശിക്കാറുള്ള പള്ളിയാണ് മസ്ജിദ് ഖിബ്ലത്തൈൻ. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. അന്നത്തെ ദിവസം അസറിന് ആ ഒരു വിവരം അവർ അവിടെ അറിയിച്ചു. പിറ്റേ സ്വഹീൽ ബുഖാരി കാണാൻ സാധിക്കും, പിറ്റേ ദിവസം മറ്റൊരാൾ ആ മസ്ജിദ് ഖുബൈലേക്കും, പ്രധാനപ്പെട്ട മറ്റൊരു പള്ളി ആദ്യമായിട്ട് നിർമ്മിച്ച, നമുക്ക് നേരത്തെ നമ്മൾ വിശദീകരിച്ചിരുന്നു, ആ ഖുബൈലുള്ള പള്ളിയിലേക്കും ആ വാർത്ത കൈമാറി അവരും ആ ഫജ്ർ നമസ്കാരം മുതൽ അവരും മക്കൾക്ക് അഭിമുഖമായിട്ട് അവർ തിരിയാൻ തുടങ്ങിയെന്നുള്ള. സുബ്ഹാനല്ലാഹ്, ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കുക. അതായത് ആ ഒരു വാർത്ത കേട്ട ഉടനെ തന്നെ അവർ ഒരല്പം പോലും പിന്നീട് അതിനെ സംബന്ധിച്ച്, അതായത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഖിബ്ല മാറിയത്, അതിലുള്ള യുക്തി എന്താണ്, അതല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞങ്ങളൊന്ന്, അതായത് അടുത്ത നമസ്കാരം മുതൽ ആ രൂപത്തിലാക്കാം, അതൊന്നുമല്ല അവർ പറയുന്നത്. മറിച്ച് എന്താണോ കേട്ടത് അത് അപ്പടി പിൻപറ്റുന്ന, സമിഅനാ വ അത്അനാ, റസൂലിനെ അതേ രൂപത്തിൽ പിൻപറ്റിയ അനുയായികളുടെ ആ ഒരു ക്വാളിറ്റിയാണ് ഈ ഒരു സംഭവം പ്രതിഫലിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അത്രയേറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പിൻപറ്റാൻ ശ്രമിച്ചിരുന്നു. അതേ സന്ദർഭത്തിൽ അതിൻ്റെ മറുവശത്ത് ജൂതന്മാരുടെ പ്രതികരണം, അതും വളരെയധികം ഒരു വിഷയത്തിൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഷയം സുദീർഘമായിട്ട് സൂറത്തുൽ ബഖറയിൽ പരാമർശിക്കാനുള്ള കാരണം. ഹദീസിൻ്റെ അവസാനം, സ്വഹീൽ ബുഖാരിയിൽ കടന്നു വരുന്ന ഹദീസിൻ്റെ അവസാനം ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയാണ്, വക്കാനത്തിൽ യഹൂദു ഖദ് അജബഹും ഇദാ കാന യുസല്ലി ഖിബ്ല. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്നത് ജൂതന്മാർക്ക് അങ്ങേയറ്റം ഇഷ്ടമുള്ള കാര്യമായിരുന്നു. റസൂലുള്ളാഹി തുടക്കത്തിൽ ആ 10, 16, 17 മാസക്കാലം അവരുടെ ഖിബ്ലക്ക് അഭിമുഖമായിട്ട് നിന്ന് നമസ്കരിച്ചത് ജൂതന്മാർക്ക് അവർക്ക് അങ്ങേയറ്റം ഇഷ്ടമുള്ള കാര്യമായിരുന്നു. പക്ഷേ ആ ഖിബ്ല അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിയതോടുകൂടെ, മക്കയിലേക്ക് ആ ഖിബ്ല മാറിയതോടുകൂടെ അൻകറു ദാലിക, അവർക്ക് അത് അനിഷ്ടകരായി, അവർക്ക് അതിൽ അങ്ങേയറ്റം പ്രയാസം തോന്നി. എന്തുകൊണ്ടാണ് പ്രയാസം തോന്നിയത്? ഇൻഷാ അല്ലാഹ് അതിലേക്കാണ് നമ്മൾ വരുന്നത്.
അവർക്ക് പ്രയാസം തോന്നാനുള്ള ഒരു കാരണം നേരത്തെ തന്നെ പറഞ്ഞു. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്രവാചകനാണെന്നും റസൂലുള്ള പ്രബോധനം ചെയ്യുന്നത് സത്യം അതാണെന്നും മറ്റാരേക്കാളും ജൂതന്മാരായിട്ടുള്ള ആളുകൾക്ക് അറിയായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അസൂയ കാരണം അല്ലെങ്കിൽ കിബർ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാൻ അല്ലെങ്കിൽ പരസ്യമായിട്ട് അത് അംഗീകരിക്കാൻ അവർ വിസമ്മതിക്കുകയാണ്. പക്ഷേ എങ്കിലും അകം കൊണ്ട് അവർ സമാധാനിക്കുന്നുണ്ടായിരുന്നു. എന്താണ് അവർ സമാധാനിച്ചതെന്ന് വെച്ചാൽ, നമ്മൾ അദ്ദേഹത്തെ പിൻപറ്റിയിട്ടില്ലെങ്കിലും അദ്ദേഹം ചെയ്യുന്നതെല്ലാം നമ്മൾ ചെയ്യുന്നത് പോലെയാണ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, റസൂലുള്ള കഴിയുന്നത്ര അവരുമായിട്ട് സാദൃശ്യം പുലർത്താൻ തുടക്കത്തിൽ ശ്രമിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതുമാത്രമല്ല, നമ്മുടെ ഖിബ്ല തന്നെയാണ് അദ്ദേഹം പിൻപറ്റുന്നത്. അപ്പോൾ കുറച്ചൊക്കെ ധിക്കാരം കാണിച്ചാലും പ്രശ്നമില്ല. കാരണം ചരിത്രത്തിലുടനീളം പ്രവാചകന്മാരോട് അതേ രൂപത്തിലുള്ള നിലപാട് സ്വീകരിച്ച വലിയൊരു പാരമ്പര്യ ജൂതന്മാർക്കുണ്ട്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ ഈ രൂപത്തിൽ പരസ്യമായിട്ട് പിൻപറ്റിയിട്ടില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ദൈവം നമുക്ക് പുറത്തു തരും. കാരണം നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട സവിശേഷ ജനതയാണ്. ആ രൂപത്തിൽ തന്നെ ആയിരുന്നു ബനൂ ഇസ്രായേൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കപ്പെട്ട ജനവിഭാഗം തന്നെയായിരുന്നു തുടക്കത്തിൽ. പരിശുദ്ധ ഖുർആനിൽ അതേ സൂറത്തുൽ ബഖറയിൽ 47-ാമത്തെ വചനത്തിൽ വഅന്നി ഫളൽതുകും അലൽ ആലമീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അവർ ഉത്കൃഷ്ട വിഭാഗമായിട്ട് ജനതയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. പിന്നീട് അവർ തന്നെ അത് നഷ്ടപ്പെടുത്താൻ അതിലേക്കാൻ വരുന്നുണ്ട്. ആ രൂപത്തിലുള്ള ഒരു ചിന്തയായിരുന്നു അവരുടെ അകത്തുണ്ടായിരുന്നത്. പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാൻ അവർ കൂട്ടാക്കിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും അത് മറ്റൊരു മതമാണ്, അല്ലെങ്കിൽ അവർ മറ്റൊരു വിഭാഗമായിട്ടാണ് ജൂതന്മാർ അവർ കണ്ടിരുന്നത്. ആ ഒരു സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിബ്ല മാറിയ ഒരു കൽപ്പന വരുന്നത്. അപ്പോൾ മുസ്ലിങ്ങളുടെ ഖിബ്ല മാറിയ സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ അവിടെ പ്രയാസം അനുഭവിക്കുന്നത് ജൂതന്മാരായിട്ടുള്ള ആളുകളാണ്. അതിലെന്തിനാണ് അവർ പ്രയാസം അനുഭവിക്കുന്നത്? ചിന്തിച്ചു നോക്കുക. അതായത് അത് അവരുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല. പിന്നെ എന്തിനാണ് അവരതിൽ പ്രയാസപ്പെടുന്നത്? ഏതുപോലെയെന്ന് വെച്ചാൽ എളുപ്പത്തിൽ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ സ്കൂളിലും കോളേജിലെല്ലാം പഠിക്കുന്ന സന്ദർഭത്തിൽ, നമ്മൾ നമസ്കാര സന്ദർഭത്തിൽ നമ്മൾ സുഹൃത്തുക്കൾ ഏതെങ്കിലും അവിടെ വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ നമ്മുടെ അമുസ്ലിങ്ങളായിട്ടുള്ള സുഹൃത്തുക്കൾ അത് കണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അവരാരും അതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യുക, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് ആ രൂപത്തിലുള്ള ഒരു ചോദ്യം അവർ ചോദിക്കാറില്ല. കാരണം അത് അവരായിട്ട് ബന്ധം, നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം നമ്മൾ അവരിൽ നിന്നും തികച്ചും വ്യത്യസ്തരായിട്ടുള്ള ആളുകളാണ്, അത് അവർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ മദീനയിലുള്ള ജൂതന്മാർ മുസ്ലിങ്ങളുടെ ഖിബ്ല മാറിയ സന്ദർഭത്തിൽ അവിടെ ഏറ്റവും കൂടുതൽ മനപ്രയാസം അനുഭവിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ മനപ്രയാസം അനുഭവിച്ചത് ജൂതന്മാരായിട്ടുള്ള ആളുകളാണ്. അവർ പലതും പറയാൻ തുടങ്ങി, ഇതെന്താണ് ഖിബ്ല മാറിയത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ എന്താണ്, അതായത് ഒരു ദിവസം വടക്ക് ഒരു ദിവസം തെക്ക്, അതേ രൂപത്തിൽ തോന്നിയ സ്ഥലത്തേക്കെല്ലാം തിരിയുകയാണ്. അതേ രൂപത്തിലുള്ള നിരവധി വാക്കുകളെല്ലാം അവർ ഉച്ചരിക്കാൻ തുടങ്ങി. അപ്പം അവരുടെ ആ മാനസിക പ്രയാസം തന്നെ വളരെ കൃത്യമായിട്ട് അവരുടെ അകം തുറന്ന് കാണിക്കുന്നുണ്ട്. അതായത് അവർ മനസ്സിലാക്കിയ സത്യം, അവർ സത്യം മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ള അവരുടെ ഹൃദയത്തിനകത്തുള്ള ആ സത്യം അവർ പോലും അറിയാതെ അത്തരം വാക്കുകൾ വഴി അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ ഒരു വിഷയം പരാമർശിക്കുന്നത്. ആ 2-ാമത്തെ ജുസിൻ്റെ ആരംഭത്തിൽ 142-ാമത്തെ വചനത്തിൽ, ആ ആയത്ത് നിങ്ങൾ കഴിയെങ്കിൽ വായിച്ചു നോക്കുക അർത്ഥസഹിതം. 142-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരംഭിക്കുന്നത് തന്നെ സയഖൂലു സുഫഹാഉ മിനന്നാസ് മാ വല്ലാഹും അൻ ഖിബ്ലതിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ജനങ്ങളിൽപ്പെട്ട ചില വിഡ്ഢികളായിട്ടുള്ള ആളുകൾ ചോദിക്കുകയാണ്. വിഡ്ഢികളായിട്ടുള്ള ആളുകൾ ചോദിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകൂട്ടി തന്നെ അത് പ്രവചിക്കണം. അതായത് അവർ പറയാൻ പോകുന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകൂട്ടി പറയാണ്. വിഡ്ഢികളായിട്ടുള്ള ചില ആളുകൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ഇതുവരെ തിരിഞ്ഞ ആ ഒരു ഖിബ്ല, ആ ഒരു ഡയറക്ഷൻ അവരെന്താണ് മാറിയതെന്ന് അവർ ചോദിക്കുന്നുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വിഡ്ഢികളെന്ന് വിളിക്കാനുള്ള കാരണം നേരത്തെ പറഞ്ഞു. അവർക്ക് അതിൽ തലയിടേണ്ട യാതൊരു കാര്യമില്ല. അവർ തലയിടുക വഴി അവരുടെ അകത്ത് അവർ മനസ്സിലാക്കിയിട്ടുള്ള സത്യം അവർ പോലും അറിയാതെ അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് കിഴക്കും പടിഞ്ഞാറും, അതായത് മൊത്തത്തിൽ ഏതൊരു ഡയറക്ഷനിലുള്ളതും പ്രപഞ്ചം മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടേതാണ്. അത് അവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു ദിശയിലേക്ക് തിരിയാൻ പറഞ്ഞാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചം മുഴുവൻ അല്ലാഹുവിൻ്റേതാണെന്ന് മനസ്സിലാക്കുന്ന നമ്മൾ എന്താണോ കൽപ്പിച്ചത് അത് അപ്പടി പിൻപറ്റുക, അതായിരിക്കണം യഥാർത്ഥത്തിലുള്ള നിലപാട്. അത് സുബ്ഹാനല്ലാഹ് മുസ്ലിങ്ങളിൽ നമ്മൾ കാണുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ മാർഗം പിൻപറ്റുന്ന മുസ്ലിങ്ങളിൽ ആ നിലപാട് അവിടെ പ്രതിഫലിക്കുന്നുണ്ട്. അവർ അത് കേട്ട ഉടനെ തന്നെ ആ നമസ്കാരത്തിൽ തന്നെ അടുത്ത നമസ്കാരത്തിന് പോലും കാത്തു നിൽക്കാതെ എന്താണോ അവർ കേട്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു കൽപ്പന വന്ന ഉടനെ തന്നെ സമിഅനാ വ അതാനാ, അവർ ഉടനെ തന്നെ തിരിയാണ്. അതേ സന്ദർഭത്തിൽ മറുവശത്ത് ദൈവത്തിൻ്റെ സ്വന്തം ആളുകളാണെന്ന് അവകാശവാദം ഉന്നയിക്കപ്പെടുന്ന, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനവിഭാഗമാണെന്നെല്ലാം
ദൈവത്തിൻ്റെ സ്വന്തം ആളുകളെല്ലാം എന്നെല്ലാം അവകാശവാദം ഉന്നയിക്കുന്ന ജൂതന്മാരായിട്ടുള്ള ആളുകൾ അവർ ഈ ഒരു കൽപ്പന വന്ന സന്ദർഭത്തിൽ ഈ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ വഴി അതിന് പുറംതിരിഞ്ഞ് നിൽക്കുന്ന സമീപനമാണ് നമ്മൾ കാണുന്നത്. അവർക്ക് സത്യം അറിയാഞ്ഞിട്ടല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഭാഗത്ത് തന്നെ വരുന്ന 144-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലദീന ഊത്തുൽ കിതാബ ലയഅലമൂന അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വേദക്കാരായിട്ടുള്ള ആളുകൾ ജൂതന്മാരെ സംബന്ധിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇത് ഈ പറയപ്പെടുന്നത് അത് സത്യമാണെന്ന് അവർക്കറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഈ ഒരു ഭാഗത്ത് മുഫസ്സിറുകളായിട്ടുള്ള ആളുകൾ വിശദീകരിച്ച സന്ദർഭത്തിൽ അവർ സൂചിപ്പിക്കുന്നുണ്ട്, ചില ഇസ്രായേലിയാത്ത് സ്രോതസ്സുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അന്തിമ പ്രവാചകനെ സംബന്ധിച്ചുള്ള ചില സൂചനകൾ നൽകപ്പെട്ട സന്ദർഭത്തിൽ നിരവധി അടയാളങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിരുന്നു. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുമായിട്ട് ബന്ധപ്പെട്ട ആ ചരിത്രം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നിരവധി അടയാളങ്ങളിൽ നൽകപ്പെട്ടതിൽ ബനു ഇസ്രായേലിൽപ്പെട്ട ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകപ്പെട്ട ഒരു അടയാളം, അന്തിമ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിക്കപ്പെട്ട ആ ഭവനത്തിലേക്ക് അത് ഖിബലയായിട്ട് സ്വീകരിക്കുന്നുള്ളൊരു സൂചന അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിരുന്നു. പക്ഷേ അതവരറിയാഞ്ഞിട്ടല്ല. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നല്ലദീന ഊത്തുൽ കിതാബ ലയഅലമൂന അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം, അവർക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ അറിഞ്ഞിട്ടും അവരെ അറിയാത്തതുപോലെ അവർ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരതിനെ തിരുത്തപ്പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിൻ്റെ അവസാനം വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ യഅമലൂൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം, അവർ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ചെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് അറിയുന്നുണ്ട് എന്നുള്ള. അവരെന്താണോ പ്രവർത്തിക്കുന്നത് അതിനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇപ്പോൾ ഉറങ്ങുന്ന ആളുകളെ നമുക്ക് ഉണർത്താൻ സാധിക്കും, പക്ഷേ ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പ്രയാസമാണ്. അതേ രൂപത്തിൽ അവർക്ക് കൃത്യമായിട്ട് അറിയാം, അതായത് സത്യമാണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം, പക്ഷേ അറിയാത്തതുപോലെ അവർ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർ എത്ര തന്നെ തെളിവ് അവർക്ക് നൽകിയാലും അവർ ആ ഒരു മാർഗ്ഗം അല്ലെങ്കിൽ ആ ഒരു കൽപ്പന അംഗീകരിക്കാൻ പോകുന്നില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ തന്നെ 145-ാമത്തെ വചനത്തിൽ വല ഇൻ അതൈതല്ലദീന ഊത്തുൽ കിതാബ ബികുല്ലി ആയത്തിൻ, എത്ര തന്നെ തെളിവ് നീ അവർക്ക് നൽകിയാലും മാ തബിഉ ഖിബ്ലതക്, അവർ നമ്മുടെ ഖിബ്ല അവർ പിൻപറ്റാൻ പോകുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചും പറഞ്ഞു, വമാ അൻത ബിതാബിയൻ ഖിബ്ലതഹും, അവരുടെ ഖിബ്ലയെ നീയും പിൻപറ്റാൻ പോകുന്നില്ല. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ കൽപ്പിച്ചത് അത് അപ്പടി കേൾക്കുക, അതല്ലാതെ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ആരും മെനക്കെടേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് ആ കൽപ്പന അത് അപ്പടി പിൻപറ്റുക എന്നുള്ള. ഇവിടെ കൃത്യമായിട്ട് രണ്ട് നിലപാടുകളാണ്. വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവർ സെമിഅനാ വഅതഅനാ, എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അത് ഉടനെ തന്നെ പിൻപറ്റുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതേ സന്ദർഭത്തിൽ ജൂതന്മാരായിട്ടുള്ള ആളുകൾ അവരറിയുന്നതിനനുസരിച്ച്, ആ സത്യം അറിയുന്നതിനനുസരിച്ച് അവരുടെ ധിക്കാരവും ആ നിഷേധവും എല്ലാം വർദ്ധിച്ചു വരികയാണ്. രണ്ട് രൂപത്തിലുള്ള നിലപാട് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പരിശുദ്ധ ഖുർആനിലെ മറ്റൊരു ഭാഗത്ത് സൂറത്ത് തൗബയുടെ 124, 125 വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഒപ്പിയെടുത്ത് കാണിക്കുന്നുണ്ട്. വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവർക്ക് ഒരു ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കൽപ്പന ലഭിച്ചു കഴിഞ്ഞാൽ ഫസാദത്ഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിക്കും, വഹും യസ്തബ്ശിറൂൻ, അവർ ആ ലഭിച്ച കൽപ്പനയിൽ അല്ലെങ്കിൽ ആയത്തിൽ അവർ സന്തോഷിക്കും എന്നുള്ള. അതേ സന്ദർഭത്തിൽ നിഷേധികളായിട്ടുള്ള ആളുകൾ 125-ാമത്തെ വചനത്തിൽ അമ്മല്ലദീന ഫീ ഖുലൂബിഹിം മറളുൻ, ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾ, സൂറത്തുൽ ബഖറയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആരംഭത്തിൽ ഫീ ഖുലൂബിഹിം മറളുൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതേ രൂപത്തിൽ ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾ ഫസാദത്ഹും റിജ്സൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അവർ ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾക്ക് ഇതേ രൂപത്തിലുള്ള കൽപ്പനകൾ വരുന്ന സന്ദർഭത്തിൽ അവരുടെ ഹൃദയത്തിലുള്ള ആ ദുഷ്ടത വർദ്ധിക്കാനത് കാരണമാകുമെന്നുള്ള. സുബ്ഹാനല്ലാഹ്. ആ രൂപത്തിലുള്ള നിലപാടാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ജൂതന്മാരായിട്ടുള്ള ആളുകൾ നിഷേധിക്കുന്നു, അവർ പരിഹസിക്കുകയും ചെയ്യുകയാണ്. മറ്റൊരു പോയിന്റ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർക്ക് എത്ര തന്നെ തെളിവുകൾ നൽകിയാലും അവർ നിങ്ങളുടെ ഖിബ്ല പിൻപറ്റാൻ പോകുന്നില്ല. അന്നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് പറഞ്ഞു, വമാ അൻത ബിതാബിഅൻ ഖിബ്ലതഹും, അവരുടെ ഖിബ്ല നീയും പിൻപറ്റാൻ പോകേണ്ടതില്ല. അപ്പം ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ ചെയ്ത് എത്തിയ ഉടനെ അവരുമായിട്ട് കഴിയുന്നത്ര സാദൃശ്യം പുലർത്താൻ വേണ്ടിയായിരുന്നു റസൂലുള്ളാഹി ശ്രമിച്ചത്. പക്ഷേ ഈ ഒരു കൽപ്പന അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്നും വ്യത്യസ്തനാകാൻ വേണ്ടി കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്തിൽ വമാ അൻത ബിതാബിഅൻ ഖിബ്ലതഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുമായിട്ട് വ്യത്യാസം പുലർത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് വഴി കൽപ്പിക്കപ്പെട്ടത് മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ജൂതന്മാരിൽ നിന്നും എല്ലാ അർത്ഥത്തിലും വ്യത്യസ്തനാകാൻ വേണ്ടി റസൂലുള്ളാഹി മുസ്ലിങ്ങളോട് കൽപ്പിക്കുകയാണ്. ആ ഗണത്തിൽ ഖാലിഫുൽ യഹൂദ്, അതായത് ജൂതന്മാരിൽ നിന്നും വ്യത്യസ്തരാകാൻ വേണ്ടി റസൂലുള്ളാഹി നിരവധി കൽപ്പനകൾ നിരവധി ഹദീസുകളിലൂടെ നൽകപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. സ്വഹീഹ് ബുഖാരി തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി ഹദീസ്, ഒരു ഹദീസിൽ റസൂലുള്ളാഹി പറയുന്നുണ്ട്, ജൂതന്മാരായിട്ടുള്ള ആളുകൾ അവർ
അവർ നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ, അവരുടെ ആരാധനകൾ അവർ നിർവഹിക്കുന്ന സന്ദർഭത്തിൽ അവർ ചെരുപ്പ് അടിച്ചു വെച്ചിട്ടാണ് അവർ നമസ്കരിക്കുക. നിങ്ങൾ അവരിൽ നിന്നും വ്യത്യസ്തരായിട്ട് സ്വല്ലൂഫീനി ആലിക്കും, റസൂൽ നമ്മോട് പറഞ്ഞ് നിങ്ങൾ ചെരുപ്പ് ധരിച്ചുകൊണ്ട് നമസ്കരിക്കുക. അതായത് നമ്മൾ പള്ളിയിലുള്ള കാര്യമല്ല പറയുന്നത്, പുറത്ത് യാത്രയിലാകുന്ന സന്ദർഭത്തിലെല്ലാം ആ ചെരുപ്പിൽ നജസില്ലെങ്കിൽ ആ ചെരുപ്പ് ധരിച്ചുകൊണ്ട് നമുക്ക് നമസ്കരിക്കാവുന്ന. അവിടെയും റസൂലുള്ളാഹി പറഞ്ഞു ഖാലിഫുൽ യഹൂദ്, നിങ്ങൾ ജൂതന്മാരിൽ നിന്നും വ്യത്യസ്തരാവുക. അതേപോലെ തന്നെ മുടി ചീകുന്നതിനെ സംബന്ധിച്ചും ആ മീശ വെട്ടുന്നതിനെ സംബന്ധിച്ചെല്ലാം പറഞ്ഞ സന്ദർഭത്തിൽ റസൂലുള്ളാഹി അവിടെയും നിങ്ങൾ ജൂതന്മാരിൽ നിന്നും വ്യത്യസ്തരാവുക. അതേപോലെ തന്നെ റസൂലുള്ളാഹി ആർത്തവമായിട്ട് ബന്ധപ്പെട്ട ഹദീസിലല്ല, സ്വഹീഹ് ബുഖാരി കടന്നു വരുന്ന ഹദീസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി പറയുന്നുണ്ട്, ആർത്തവ സന്ദർഭത്തിൽ ജൂതന്മാരായിട്ടുള്ള ആളുകൾ അവരെല്ലാ അർത്ഥത്തിലും സ്ത്രീകളെ അകറ്റി നിർത്തുമെന്നുള്ള, ഭക്ഷണം പോലും അവർ ഒരുമിച്ച് കഴിക്കില്ല. റസൂലുള്ളാഹി അവിടെയും പറഞ്ഞു നിങ്ങൾ അവരിൽ നിന്നും വ്യത്യസ്തരായിട്ട് ആ ലൈംഗിക ബന്ധമല്ലാത്ത മറ്റുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഹലാലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയും പ്രത്യേകമായിട്ട് ആ ജൂതന്മാരിൽ നിന്നും തികച്ചും ആ ഒരു വ്യത്യാസം പുലർത്താൻ ഖാലിഫുൽ യഹൂദ് റസൂലുള്ളാഹി പ്രത്യേകമായിട്ട് അവിടെ നിർദ്ദേശിക്കുന്നതായിട്ടെല്ലാം ഹദീസുകളിൽ കാണാൻ സാധിക്കുമെന്നുള്ള. സുബ്ഹാനല്ലാഹ്. ഇപ്പോൾ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അതേ രൂപത്തിലുള്ള നിരവധി തെറ്റിദ്ധരിപ്പിക്കലുകൾ അല്ലെങ്കിൽ നിഷേധമെല്ലാം ഈ ഒരു വിഷയം വന്ന സന്ദർഭത്തിൽ അവർ പുറത്തുവിടാൻ തുടങ്ങിയെന്നുള്ള. അപ്പം നിരവധി തെറ്റിദ്ധാരണകൾ അവർ പടർത്തിയ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന, അതായത് ഈ ഒരു കൽപ്പന ഖിബല മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കൽപ്പന വന്ന സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളിലും ചില സംശയങ്ങൾ വന്നു. അവരുടെ സംശയം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇത്രയും കാലം നമ്മൾ ഒരുപാട് കാലമായിട്ട് മക്ക കാലഘട്ടം മുതൽ ഇസ്രാ മിറാജ് മുതൽ മദീനയിലുള്ള ഈ ഒരു കാലഘട്ടത്തിൽ 10-17 മാസത്തോളം പല ആളുകളും മസ്ജിദുൽ അഖ്സക്ക് തിരിഞ്ഞായിരുന്നു നമസ്കരിച്ചത്. അപ്പം അതിനിടയിൽ നിരവധി ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെയെല്ലാം നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ലേ? അവരെല്ലാം തെറ്റായിട്ടുള്ള ഖിബലക്ക് നേരെ തിരിഞ്ഞാണോ നമസ്കരിച്ചത്? അവരുടെ നമസ്കാരം പാഴാകുമോ? അതേ രൂപത്തിലുള്ളൊരു സംശയം, ഇതേ രൂപത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കൽ കാരണം മുസ്ലിങ്ങൾക്കിടയിലും വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള മറുപടിയും സൂറത്തുൽ ബഖറയിൽ തന്നെ 143-ാമത്തെ വചനത്തിൽ വമാ കാന അല്ലാഹു ലിയുദിഅ ഈമാനക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നിങ്ങളുടെ ഈമാനെ പാഴാക്കില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ചിന്തിക്കേണ്ട ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അള്ളാഹു ഒരിക്കലും നിങ്ങളുടെ സ്വലാത്തിക്ക് നിങ്ങളുടെ നമസ്കാരം പാഴാക്കില്ലെന്നല്ല പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തിന് പകരം വമാ കാന അല്ലാഹു ലിയുദിഅ ഈമാനക്കും, നിങ്ങളുടെ ഈമാനെ പാഴാക്കില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് നമ്മൾ കടന്നു വരും. ഇനിയൊരു വിഷയത്തിൽ ലഭിക്കുന്ന മനോഹരമായിട്ടുള്ള ചില പാഠങ്ങൾ. ഒന്നാമത്തെ പാഠം എന്താണെന്ന് വെച്ചാൽ, ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ മക്കയിൽ മുസ്ലിങ്ങൾ ബഹുദൈവ വിശ്വാസികളിൽ നിന്നും തികച്ചും വ്യത്യസ്തരായിട്ട്, മക്ക മുശ്രിക്കുകൾ അവർ ആ കഅബാലയത്തിനകത്ത് വിഗ്രഹം നിറച്ച് അതിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ചല്ലെങ്കിൽ അതിനെ ഒരു പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ ആ കഅബാലയത്തിലേക്ക് തിരിയുന്നതിന് പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സന്ദർഭത്തിൽ മക്കീ കാലഘട്ടത്തിൽ മുസ്ലിങ്ങളുടെ ഖിബല ജെറൂസലേമിലുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. ഖാലിഫുൽ മുശ്രിക്കീൻ, അവിടെ മക്കയിലുള്ള ബഹുദൈവാരാധകരിൽ നിന്നും മുസ്ലിങ്ങൾ വ്യത്യസ്തനാവുകയാണ്. അവർക്ക് വ്യക്തമായിട്ടുള്ള നിലപാട് മക്കീ കാലഘട്ടത്തിൽ, അതായത് മുശ്രിക്കുകളിൽ നിന്നും വ്യത്യസ്തരാവുകയാണ്. അതേ സന്ദർഭത്തിൽ നേരെ തിരിച്ച് മദീനയിലെത്തിയ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന പുതിയ ഓഡിയൻസ്, ജൂതരായിട്ടുള്ള ആളുകൾ, അവർ ആ ഒരു സന്ദർഭത്തിൽ അവരുടെ ഖിബല മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് അവർ നമസ്കരിച്ചിരുന്നത്. മദീനയിലേക്ക് എത്തിയ ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങളുടെ ഖിബല മക്കയിലേക്ക് തന്നെ മാറ്റുകയാണ്. അത് അവിടെ ജൂതരിൽ നിന്നും വ്യത്യസ്തരാവാണ്. ഖാലിഫുൽ യഹൂദ്. സുബ്ഹാനല്ലാഹ്. അപ്പം തികച്ചും വിഭിന്നമായിട്ടുള്ള, അതായത് മക്കയിൽ മുശ്രിക്കുകളിൽ നിന്ന് എതിരായിട്ട് നിലപാട്, മദീനയിലേക്ക് എത്തിയ സന്ദർഭത്തിൽ ജൂതന്മാരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള നിലപാട്, ഇത് തികച്ചും വിഭിന്നമായിട്ടുള്ള മുസ്ലിങ്ങളുടെ ഒരു ആത്മീയ അസ്തിത്വം, ഒരു സ്പിരിച്വൽ ഐഡൻറ്റിറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങൾക്ക് നൽകുകയാണ് അതുവഴി. സുബ്ഹാനല്ലാഹ്. രണ്ടാമതായിട്ട് മനോഹരമായിട്ട് ലഭിക്കുന്ന രണ്ടാമത്തെ ഒരു പാഠം എന്താണെന്ന് വെച്ചാൽ, മദീനയിൽ എത്തിയ ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങളുടെ ഖിബല മാറ്റാണ്. ആ ഖിബല മാറ്റം വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല 2 സന്ദേശങ്ങൾ, 2 മെസ്സേജുകളാണ് 2 ഓഡിയൻസിന് നൽകുന്നത്. ഒന്നാമതായിട്ട് മക്കയിലുള്ള മുശ്രിക്കുകൾക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ അനുയായികളും അവർ മക്ക വിട്ട് വന്നിട്ടുണ്ടെങ്കിലും മക്കയുമായിട്ടുള്ള അല്ലെങ്കിൽ ഖിബലയുമായിട്ടുള്ള അവരുടെ കണക്ഷൻ അവർ വിട്ടിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധിക്കാൻ വേണ്ടി ആദ്യമായി നിർമ്മിക്കപ്പെട്ട ആ ഭവനത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള സംരക്ഷണം, അതിൻ്റെ സംരക്ഷണാവകാശം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അനുയായികൾക്കും തന്നെയാണ്. അവരാണ് അതിൻ്റെ യഥാർത്ഥ അവകാശികൾ. അതിനെ സംരക്ഷിക്കാൻ, ആ ഭവനത്തെ സംരക്ഷിക്കാൻ നിങ്ങൾ യോഗ്യരല്ല, നിങ്ങൾ ഒരർത്ഥത്തിലും യോഗ്യരല്ല.
അതുകൊണ്ട് തന്നെ ആ ജനത, അതായത് പുതിയ ഉമ്മത്തിൻ്റെ, ആ മുസ്ലിം ഉമ്മത്തിൻ്റെ ഖിബില, നമുക്കറിയാം ഒരു രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ന്യൂക്ലിയസ് എന്നുള്ളത് അതിൻ്റെ ക്യാപിറ്റലാണ്. അപ്പോൾ മുസ്ലിങ്ങളുടെ ആ പുതിയ ക്യാപിറ്റലായിട്ടുള്ള ആ ഖിബില അത് ശത്രുക്കളുടെ കൈകളിലിരിക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയായിട്ടുള്ള നിലപാടല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ അത് മോചിപ്പിക്കപ്പെടും എന്നുള്ള ആ ഒരു സൂചന, ആ ഒരു മെസ്സേജാണ് ഖുറൈശികൾക്ക് കൈമാറുന്നത്. അതുവഴി മുസ്ലിങ്ങൾക്ക് പ്രതീക്ഷ നൽകുകയാണ്. അതായത് ചുരുക്കത്തിൽ വരാനിരിക്കുന്ന ആ മക്ക വിജയം, ഫതഹ് മക്കയിലേക്കുള്ള വ്യക്തമായിട്ടുള്ള ഒരു ഇഷാറ, ഒരു സൂചനയാണ് ഹിജ്റ ചെയ്ത ഉടനെ തന്നെ ഖിബില മാറ്റത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങൾക്ക് നൽകുന്നത്. സുബ്ഹാനല്ലാഹ്. അതാണ് മറ്റൊരു പാഠമായിട്ട് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്. മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞ രണ്ട് ജനതയ്ക്ക്, ജൂതന്മാർക്ക് അതുവഴി നൽകുന്നൊരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ജൂതന്മാർ അവർ ഫദ്ദൽതുക്കും അലൽ ആലമീൻ, അവർ തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജനവിഭാഗമായിരുന്നു. അങ്ങനെ ആയിരുന്നു. പക്ഷേ ആ ദൗത്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കപ്പെട്ട ആ ജനവിഭാഗം, അവർ ആ ദൗത്യം നിറവേറ്റുന്നതിൽ അവർ പരാജയപ്പെട്ടു. അതിനാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബനു ഇസ്രായേലിന് നൽകപ്പെട്ട ആ ഖൈറു ഉമ്മത്ത് എന്നുള്ള ആ ഒരു പദവി ബനു ഇസ്രായേലിൽ നിന്നും എടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അന്തിമ പ്രവാചകനായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഉമ്മത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നേതൃത്വ പദവി ആ ഒരു റസൂലുള്ളാഹിൻ്റെ ഉമ്മത്തിന് നൽകുകയാണ്. ആ നൽകി എന്നുള്ള ആ ഒരു മെസ്സേജാണ് ആ ഖിബില മാറ്റത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജൂതന്മാർക്ക് നൽകുന്നത്. അതുകൊണ്ടാണ് അവർ അത്രയേറെ ആ ഒരു വിഷയത്തിൽ പ്രകോപിക്കാനുള്ള കാരണവും. ഏതൊരു ജനതയുടെയും ക്യാപിറ്റൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഏതൊരു ജനതയുടെയും ക്യാപിറ്റൽ എന്നുള്ളത് അതാണ് അവരുടെ ന്യൂക്ലിയസ്. ഇപ്പം നേരത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ആ ജനത, ആ ബനു ഇസ്രായേലിൻ്റെ ക്യാപിറ്റൽ അത് മസ്ജിദുൽ അഖ്സയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പുതിയൊരു ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തു. ആ ഇബ്രാഹിം മില്ലത്തിൽ വരുന്ന ആ പുതിയ ജനതയുടെ ക്യാപിറ്റൽ അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ നിർമ്മിക്കപ്പെട്ട ഭൂമിയിൽ ആദ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ആ ഭവനത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനത്തെ ഉമ്മത്തിൻ്റെ കേന്ദ്രമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അത് മാത്രമല്ല, മറ്റൊരു ചിന്തിക്കേണ്ട ഒരു മനോഹരമായിട്ടുള്ള പോയിന്റ്, രണ്ട് ഖിബിലക്കും ഒരേ സന്ദർഭത്തിൽ അഭിമുഖമായിട്ട് പ്രാർത്ഥിക്കപ്പെട്ട ഒരേ ജനത, ഒരേ ഒരു പ്രവാചകൻ, അത് അന്തിമ പ്രവാചകൻ, ലോകർക്ക് മുഴുവനായിട്ട് കാഫത്തൽ ലിന്നാസ് റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവനായിട്ട് അയക്കപ്പെട്ട ആ പ്രവാചകൻ മാത്രമാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകർക്ക് മുഴുവനായിട്ട് അയക്കപ്പെട്ടതാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിബില മാറ്റം വഴി നൽകുകയാണ്. ഒരു പുതിയ ഉമ്മത്തിനെ തിരഞ്ഞെടുത്തു എന്നുള്ളത് അത് ഞാൻ വെറുതെ പറയുന്നതല്ല. സൂറത്തുൽ ബഖറയിൽ തന്നെ ആ ഒരു ഭാഗം വായിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിബില മാറ്റം പറഞ്ഞ ഉടനെ തന്നെ 143-ാമത്തെ വചനത്തിൽ വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് അപ്രകാരം, അതായത് ആ ഖിബില മാറ്റിയ പറഞ്ഞ ഉടനെ തന്നെ വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ, അപ്രകാരം ഞാൻ നിങ്ങളെ ഒരു ഉത്കൃഷ്ട സമൂഹമാക്കി മാറ്റി, ഒരു ഉമ്മത്താക്കി മാറ്റി എന്നുള്ളതാണ്. ലിതകൂനു ശുഹദാ അലന്നാസി വയകൂനു റസൂൽ അലൈക്കും ഷഹീദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് അപ്രകാരം നിങ്ങളെ ഉമ്മത്തൻ വസതൻ, ഒരു മധ്യമ സമൂഹം അല്ലെങ്കിൽ ഉത്കൃഷ്ട സമൂഹമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ള മറ്റൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, സൂറത്തുൽ ബഖറയുടെ കൃത്യം മധ്യത്തിൽ 246 ആയത്തുകളുള്ള സൂറത്തുൽ ബഖറയുടെ കൃത്യം മധ്യത്തിൽ 143-ാമത്തെ ആയിട്ടാണ് ഈ ഉമ്മത്തൻ വസതൻ എന്നുള്ള ആയത്ത് പോലും കടന്നു വരുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ മധ്യമ സമൂഹമാക്കി മാറ്റി എന്നുള്ള ഏതൊരു കാര്യത്തിലും മധ്യമമായിട്ടുള്ളൊരു നിലപാട് മുസ്ലിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ള. അടുത്ത സൂറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്ത് ലിന്നാസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ആ കാര്യം ആവർത്തിക്കുന്നുണ്ട്. മധ്യമമായിട്ടുള്ള നിലപാടാണ് മുസ്ലിങ്ങൾ. ഇപ്പോൾ ജൂതന്മാരായിട്ടുള്ള ആളുകൾ, അവർ നമുക്കറിയാം, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിയമങ്ങൾക്ക് അവർക്ക് പ്രാധാന്യം നൽകിയെന്നുള്ള ആ നിയമങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിയമങ്ങൾ അത് ശക്തമായിട്ട് അവർ പിൻപറ്റാൻ തുടങ്ങി. പക്ഷേ അതിലുള്ള ആത്മീയത അവർ നഷ്ടപ്പെടുത്തി. അതായത് മതത്തിൻ്റെ ആ പുറമേക്കുള്ള ബോഡി മാത്രമാണ് അവരെടുത്തത്. അതേ സന്ദർഭത്തിൽ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ, അവർ ശരീരമില്ലാത്ത മതം, അതായത് കേവലം ആത്മീയതക്ക് മാത്രം പ്രാധാന്യം നൽകി, അവർ കർമ്മത്തിന് യാതൊരു പ്രാധാന്യം നൽകിയില്ല എന്നുള്ള. നമുക്കറിയാം ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ ആ രൂപത്തിലാണ്. യേശു ക്രിസ്തുവെ രക്ഷകനായിട്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നീട് കർമ്മം അനുഷ്ഠിക്കേണ്ടതില്ല എന്നുള്ള. അത് രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് രണ്ടും പിഴച്ച നിലപാടാണ്. നമുക്കറിയാം, നമ്മൾ ദിനേനെ ആ ഫാത്തിഹയിൽ പോലും ഖൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രണ്ട് വിഭാഗത്തെ സംബന്ധിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. പക്ഷേ അതേ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രണ്ട് തെറ്റായിട്ടുള്ള നിലപാടുകൾ മാറ്റി അത് രണ്ടിനെയും സമന്വയിപ്പിച്ചുകൊണ്ട്, കർമ്മവും വിശ്വാസവും സമന്വയിപ്പിച്ചുകൊണ്ട് ആ മധ്യമമായിട്ടുള്ള നിലപാട് നമുക്കറിയാം. പരിശുദ്ധ ഖുർആനിൽ ഉടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും
സൽക്കർമ്മം പ്രവർത്തിക്കും. വിശ്വാസം മാത്രം പോരാ, കർമ്മം രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അന്തിമ ഉമ്മത്തിലേക്ക് ഉമ്മത്തൻ വസത്തനാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അന്തിമ പ്രവാചകൻ്റെ അവസാനത്തെ ഉമ്മത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുകയാണ്. ചുരുക്കത്തിൽ അവസാനത്തെ ഉമ്മത്തിലേക്ക് അല്ലെങ്കിൽ ആ പുതിയ ഉമ്മത്തിലേക്കുള്ള ആ ഒരു ട്രാൻസ്ഫർ, ആ ചുമതല മാറ്റം, അത് പ്രതീകാത്മകമായിട്ട് ആ ഖിബല മാറ്റം വഴി അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തി. അത് ആ ഒരു ജനതയ്ക്ക്, ജൂതന്മാർക്ക് അതുവഴി അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സന്ദേശം നൽകി എന്നുള്ള. സുബ്ഹാനല്ലാഹ്. നാലാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട പാഠം, ഖിബല മാറ്റം എന്നുള്ളത് ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യത്തെ നെസ്ഖായിരുന്നു. നെസ്ഖ് എന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല, നെസ്ഖ് എന്നുള്ള സങ്കല്പം നമുക്കറിയാവുന്നതാണ്, മനസ്സിലാക്കിയിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കൽപ്പന അല്ലെങ്കിൽ ഒരു നിയമം ആദ്യം നൽകും, പിന്നീട് മറ്റൊരു നിയമം നൽകുക അല്ലെങ്കിൽ മറ്റൊരു കൽപ്പനയിലൂടെ ആദ്യം നൽകിയ ആ ഒരു നിയമത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല റദ്ദാക്കുക. അതാണ് നെസ്ഖ് എന്നുള്ള സങ്കല്പം, അബ്രോഗേഷൻ. ഒരു സമൂഹത്തിൻ്റെ പരിവർത്തനമായിട്ട് ബന്ധപ്പെട്ട് നിയമങ്ങൾ ഒന്നിച്ച് നൽകാതെ ആ ഗ്രാജ്വലായിട്ട് ആദ്യം ഒരു നിയമം നൽകി പിന്നീട് ഘട്ടം ഘട്ടമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. അത് നിരവധി ഉദാഹരണങ്ങൾ. ഇപ്പോൾ സൂറത്തുൽ ബഖറയിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇദ്ദയുമായിട്ട് ബന്ധപ്പെട്ട്, ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യ ഇദ്ദയിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം 1 വർഷമായിരുന്നു, പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഒരൽപ്പം കൂടെ, അതായത് 4 അശ്ഹുരിൻ വ 10, 4 മാസവും 10 ദിവസമാക്കി അവർ കുറച്ചു. അതേപോലെ നമസ്കാരമായിട്ട് ബന്ധപ്പെട്ട്, മദ്യപാനവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം, ആദ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൊരൽപ്പം നന്മയുണ്ട്, കൂടുതൽ തിന്മയാണെന്ന് പറയുന്നു, പിന്നീട് നമസ്കാര സന്ദർഭത്തിൽ അതിൽ വിട്ടു നിൽക്കാൻ പറയുന്നു, അവസാനം സമ്പൂർണ്ണമായിട്ട് അതിൽ നിന്നും വർജിക്കാൻ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ് റിജ്സും മിൻ അമലി ശൈത്താൻ വജ്തനിബു, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നും സമ്പൂർണ്ണമായിട്ട് അത് വർജിക്കാൻ വേണ്ടി ഘട്ടം ഘട്ടമായിട്ടായിരുന്നു, ഗ്രാജ്വലായിട്ടാണ് ആ ഒരു സമൂഹത്തെ പരിവർത്തിച്ചത്. അപ്പോൾ നിയമം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നൽകുന്നത്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഏത് രൂപത്തിലാണ് നൽകേണ്ടതെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. ചില സന്ദർഭത്തിൽ ചില നിയമങ്ങൾ നൽകുന്നു, പിന്നീട് അതിനേക്കാൾ നല്ലതല്ലെങ്കിൽ തത്തുല്യമായത് നൽകി ആദ്യത്തേതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ദുർബലപ്പെടുത്തുക. അതാണ് നെസ്ഖ് എന്നുള്ള സങ്കല്പം. ഇപ്പം ഖിബല മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് മനോഹരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിബല മാറുന്നതിന് മുമ്പ് തന്നെ മുന്നോടിയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ അതിലേക്കുള്ളൊരു മുന്നൊരുക്കം എന്നുള്ള, മാനസികമായിട്ട് അവരെ തയ്യാറാക്കുക, അതിലുള്ള പ്രിപ്പറേഷനായിട്ട് സൂറത്തുൽ ബഖറയിൽ നേരത്തെ തന്നെ 106-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് ഈ ഒരു സങ്കല്പം, മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹാ നഅതി ബിഖൈറിൻ മിൻഹാ ഔ മിത്ലിഹാ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പറയാൻ, ഏതെങ്കിലും ഒരു ആയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിയമം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൽപ്പന അള്ളാഹു സുബ്ഹാനഹു വ തആല നസ്ഖ് ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനേക്കാൾ ഉത്തമമായത് അതല്ലെങ്കിൽ അതിനേക്കാൾ അതിന് തുല്യമായത് അള്ളാഹു സുബ്ഹാനഹു വ തആല പകരം നൽകുക എന്നുള്ളതാണ്. എന്നിട്ട് അവസാന ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് അവർക്ക് നൽകപ്പെട്ട കൽപ്പന മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിയാനായിരുന്നു. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്ത് വഴി ആ കൽപ്പനയെ റദ്ദ് ചെയ്ത് മുസ്ലിങ്ങളുടെ ഖിബല മക്കയിലുള്ള കഅബയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിക്കുകയാണ്. അഞ്ചാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട പാഠം, ഇപ്പോൾ നേരത്തെ ഖിബല മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് അവർ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയ സന്ദർഭത്തിൽ മുസ്ലിങ്ങളുണ്ടായ ഒരു പ്രധാനപ്പെട്ട ഒരു സംശയം, അതായത് ഇത്രയും കാലം ആ അഖ്സയിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ച ആളുകളുടെ നമസ്കാരം പാഴായോ, അതായിരുന്നു ചില ആളുകൾ ഉന്നയിച്ച ചോദ്യം. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ മറുപടി, വമാ കാന അല്ലാഹു ലിയുദിഅ ഈമാനക്കും, നിങ്ങളുടെ ഈമാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പാഴാക്കില്ല എന്നുള്ള. സുബ്ഹാനല്ലാഹ്. മനോഹരമായിട്ടുള്ള ചില പാഠങ്ങൾ ഈ ഒരു അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്തുമായിട്ട് ചേർത്ത് വെച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. ചിന്തിച്ചു നോക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തെ ഈമാനുമായിട്ടാണ് ബന്ധിപ്പിച്ചത്. ലാ ഈമാൻ അലിമല്ല സ്വലാത്ത് ലഹു പറയാറുണ്ട്. അതായത് നമസ്കരിക്കാത്ത ആളുകൾക്ക് അവർക്ക് ഈമാനില്ല എന്നുള്ള. അതുകൊണ്ടാണ് നിരവധി പണ്ഡിതന്മാർ, ഇമാം അഹ്മദ് റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ, നമസ്കരിക്കാത്ത ആളുകൾ അവർ കാഫിറാണെന്ന് അവർ കൃത്യമായിട്ട് പറയാനുള്ള കാരണം. അതിന് പ്രധാനമായിട്ട് അവർ തെളിവായിട്ട് ഉപയോഗിക്കാറുള്ളത് ഈ ഒരു ആയത്തിൻ്റെ ഈ ഒരു ഭാഗമാണ്. നമസ്കരിക്കാത്ത ആളുകൾക്ക് ഈമാനില്ല എന്നുള്ള. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹായിട്ടുള്ള ഹദീസിൽ അൽ ഫർഖു ഈമാൻ വൽ കുഫർ, ഈമാൻ്റെയും കുഫറിൻ്റെയും ഇടയ്ക്കുള്ള ആ ബൗണ്ടറി ആയിട്ട് നമസ്കാരത്തെ റസൂലുള്ളാഹി എണ്ണിയതായിട്ട് കാണാൻ സാധിക്കും. നിരവധി ഇബ്നുൽ ജൗസിയെ പോലെയുള്ള പണ്ഡിതന്മാർ ഹുക്മു താരിഖു സ്വലാ, നമസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട രചനകൾ നടത്തിയ സന്ദർഭത്തിൽ, അതായത് നമസ്കരിക്കാത്ത ആളുകൾ അവർ കാഫിറാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ സന്ദർഭത്തിൽ അവർ പ്രധാനമായിട്ട് അവർ ഉപയോഗിക്കാറുള്ള ആയത്തിൻ്റെ ഭാഗം ഇതാണ്, വമാ കാന അല്ലാഹു ലിയുദിഅ ഈമാനക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തെ ആ ഈമാനുമായിട്ടാണ് ബന്ധിപ്പിച്ചത്. ഈ ഒരു ആയത്തിൽ മാത്രമല്ല, പരിശുദ്ധ ഖുർആനിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 20-ലധികം വചനങ്ങൾ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ സൂറത്ത് തൗബയുടെ 11-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിശ്വാസികളായിട്ടുള്ള, ധിക്കാരികളായിട്ടുള്ള, അക്രമികളായിട്ടുള്ള ആളുകൾ അവർ തൗബ ചെയ്ത് മടങ്ങിയാൽ ആ തൗബയെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ
സൂറത്ത് തൗബയുടെ തന്നെ 11-ാമത്തെ വചനത്തിൽ ഫഇൻ താബു വ അഖാമു സ്വലാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങൾ അവർ പശ്ചാത്തപിക്കുകയും ശേഷം നമസ്കരിക്കുകയും. വെറും പശ്ചാത്തപിച്ച് മടങ്ങിയാൽ മാത്രം പോരാ, പിന്നീട് നമസ്കരിക്കുകയും സക്കാത്ത് നിലനിർത്തുകയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിലാണ് അവിടെ പരാമർശിക്കുന്നത്. ഞാൻ നേരത്തെ തുടക്കത്തിലാൻ പറഞ്ഞ സൂറത്ത് മുദ്ദസിറിലും അല്ലാഹു സുബ്ഹാനഹു വ തആല 42-ാമത്തെ വചനത്തിൽ നരകത്തിലുള്ള ആളുകളോട് മലക്കുകൾ ചോദിക്കുന്ന സന്ദർഭം, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ നരകത്തിൽ എത്തിയതെന്ന് അവരോട് ചോദിക്കുന്ന സന്ദർഭത്തിൽ അവർ പറയുന്ന മറുപടി ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലായിരുന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ നരകത്തിലെത്തിയത്. അതേപോലെ തന്നെ നിഷേധികളായിട്ടുള്ള ആളുകൾ ഖിയാമത്ത് നാളിൽ സൂറത്തുൽ ഖിയാമയുടെ 31-ാമത്തെ വചനത്തിൽ ഫലാ സ്വദ്ദഖ വലാ സ്വല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവർ അതേ രൂപത്തിൽ നിഷേധികൾ ആ രൂപത്തിൽ നഷ്ടക്കാരായിട്ട് നരകത്തിൽ പതിക്കാനുള്ള കാരണം ഫലാ സ്വദ്ദഖ വലാ സ്വല്ല, അവർ വിശ്വസിച്ചതുമില്ല നമസ്കരിച്ചതുമില്ല. സുബ്ഹാനല്ലാഹ്, വിശ്വാസത്തെയും നമസ്കാരത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്ട് ചെയ്യാണ്. അതേപോലെ തന്നെ വീണ്ടും സൂറത്തുൽ മുർസലാത്തിൻ്റെ അവസാനത്തെ ഭാഗത്ത് 48-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ അവരുടെ ഒരു ക്വാളിറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇദാ ഖീല ലഹും ഇർകഉ ലാ യർകഊൻ, അവരോട് കുമ്പിടാൻ പറഞ്ഞാൽ അവർ കുമ്പിടില്ല. അതാണ് നിഷേധികളുടെ ക്വാളിറ്റി ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വീണ്ടും സൂറത്ത് റൂമിൻ്റെ 31-ാമത്തെ വചനത്തിലും അഖീമു സ്വലാത്ത വലാ തകുൻ മിനൽ മുശ്രിക്കീൻ, നിങ്ങൾ നമസ്കാരം നിലനിർത്തുക, നിങ്ങൾ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ രൂപത്തിലുള്ള നിരവധി വചനങ്ങൾ പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. അത്രയേറെ നമസ്കാരവും അത് ഈ വിശ്വാസവുമായിട്ട് ബന്ധമുണ്ട്. അതുതന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വിഷയത്തിന് ഖിബല മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട സന്ദർഭത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയ സന്ദർഭത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വമാ കാന അല്ലാഹു ലിയുദിഅ ഈമാനക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ നമസ്കാരത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചതായിട്ട് കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ ഈ ഖിബല മാറ്റം എന്നുള്ളത് ചെറിയൊരു വിഷയമല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയേറെ ആ ഒരു വിഷയത്തെ പരിശുദ്ധ ഖുർആനിൽ ഹൈലൈറ്റ് ചെയ്യാനുള്ള കാരണം ആ ഖിബല മാറ്റത്തിലൂടെ യഥാർത്ഥത്തിൽ രണ്ട് നിലപാടുകൾ, തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് നിലപാടുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുവഴി തുറന്നു കാണിക്കുകയാണ്. അവരുടെ അതായത് രണ്ട് വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കാണിക്കുക. ഖിബല മാറ്റത്തിലൂടെ മുസ്ലിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പുതിയ ജനതയായിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ ജനതയായിട്ട് ഖൈർ ഉമ്മത്തായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കുന്നു. അത് തിരഞ്ഞെടുത്തു എന്നുള്ള ആ ഒരു വിഷയം അത് ജൂതന്മാരത് മനസ്സിലാക്കിയതോടുകൂടെ, തങ്ങളുടെ ആ പദവി നഷ്ടപ്പെട്ടു എന്നറിഞ്ഞതോടുകൂടെ അവരുടെ അമർഷം അവർ പല രൂപത്തിലായിട്ട് അവർ പ്രകടമാക്കുകയായിരുന്നു. അതുവഴി അവരുടെ യഥാർത്ഥ നിറം അവർ പോലും അറിയാതെ അവർ തുറന്നു കാണിക്കുകയായിരുന്നു. അതായത് മറ്റൊരർത്ഥത്തിൽ ഖിബല മാറ്റം വഴി ആരാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സത്യദീനിൽ അടിയുറച്ച് നിൽക്കുന്നത്, അതേ സന്ദർഭത്തിൽ ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും പിന്തിരിഞ്ഞ് നടക്കുന്നത്, ഇത് രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് ആ ഒരു വിഷയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വേർതിരിച്ച് കാണിക്കുകയാണ്. അപ്പോൾ സന്മാർഗം ലഭിക്കാത്ത ആളുകൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കൽപ്പന എന്നുള്ളത് അങ്ങേയറ്റം പ്രയാസമുള്ളതായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വിഷയത്തിൽ തന്നെ സൂറത്തുൽ ബഖറയിൽ 143-ാമത്തെ വചനത്തിൽ വ ഇൻ കാനത് ലകബീറത്തുൻ ഇല്ലാ അലല്ലദീന ഹദല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, സന്മാർഗം ലഭിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കൽപ്പന അത് അങ്ങേയറ്റം കബീറത്തൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അത് അവർക്ക് വലിയ പ്രയാസമുള്ളതായിട്ട് മാറുകയാണ്. അതേ സന്ദർഭത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കൽപ്പന അത് വളരെ എളുപ്പമായിരുന്നു. അവർ കേട്ട ഉടനെ തന്നെ സെമിഅനാ വഅതഅനാ, അവർ ഉടനെ തന്നെ അത് പിൻപറ്റുകയാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് അതുവഴി അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരാണ്. അവസാനമായിട്ട് മനോഹരമായിട്ടുള്ള ഹദീസ് കൂടെ ഈ ഒരു വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടത് സൂചിപ്പിക്കുകയാണ്. മനോഹരമായിട്ടുള്ള ഹദീസിൽ, സ്വഹീഹായിട്ടുള്ള ഹദീസിൽ, സ്വഹീഹാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നഹും ലാ യഹ്സദൂനന അലാ ഷൈഇൻ കമാ യഹ്സദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വേദക്കാരായിട്ടുള്ള ആളുകൾ, അതായത് ജൂതന്മാരായിട്ടുള്ള ആളുകൾ, അവർ നമ്മോട് അങ്ങേയറ്റം അസൂയ വെച്ച് പുലർത്തുന്ന 3 കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് റസൂലുള്ളാഹി പറഞ്ഞു വെള്ളിയാഴ്ച നമസ്കാരം, ആ ഒരു വിഷയത്തിൽ അവർ നമ്മോട് അസൂയ വെച്ച് പുലർത്തുന്നു. രണ്ടാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അലാ ഖിബ്ല, നമ്മുടെ ഖിബ്ല, അതിലും അവർ അസൂയ വെച്ച് പുലർത്തുന്നു. മൂന്നാമതായിട്ട് ഇമാമിൻ്റെ പുറകിൽ നിന്നും നമ്മൾ ഒരുമിച്ച് ആമീൻ എന്ന് പറയുന്ന ഈ ഒരു 3 വിഷയത്തിൽ വേദക്കാരായിട്ടുള്ള ആളുകൾ നമ്മോട് അങ്ങേയറ്റം അസൂയ വെച്ച് പുലർത്തുന്നു. അതാണ് സ്വഹീഹായിട്ടുള്ള ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ആ ഒരു കൽപ്പന ഹിജ്റ വർഷം 2 ശഅബാൻ മാസത്തിൽ ആ ഖിബ്ല മാറിയ ആ ഒരു കൽപ്പന അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രധാനപ്പെട്ട ആ ഒരു നിർദ്ദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് നൽകുകയാണ്. അവിടെ അവസാനിക്കുന്നില്ല, വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കൽപ്പനകൾ അതിനോടൊപ്പം നൽകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് തുടർന്നുള്ള അടുത്ത ഭാഗത്ത് നമുക്ക് വിശദമായിട്ട് സൂചിപ്പിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ചര്യ
അത് കഴിയുന്നത്ര പിൻപറ്റാനും ആ ഒരു പാതയിൽ മരണം വരെ അടിയുറച്ച് നിൽക്കാനും നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. രോഗം കാരണം അതേപോലെ തന്നെ നമുക്കറിയാം പ്രത്യേക ഒരു സാഹചര്യത്തിലൂടെയാണ് ലോകം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കഠിനമായിട്ടുള്ള ഒരു പരീക്ഷണത്തെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. ഈ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന നിരവധി ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പത്തിൽ ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. അവരുടെ കുടുംബത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമയും അതേപോലെ തന്നെ സമാധാനവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.